നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മഴക്കാലമാണ്. നമുക്കിപ്പോൾ അത് വലിയ പ്രശ്നങ്ങളുടെ കാലം കൂടിയാണ്, ആശങ്കയുടെ കാലം കൂടിയാണ്. മഴക്കെടുതികൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലവർഷത്തിനോടൊപ്പം നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 50 കിലോമീറ്ററിലധികം വേഗത്തിൽ കാറ്റ് വീശുന്നുണ്ട് മിക്കയിടങ്ങളിലും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെയും ഉണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കം നമ്മളൊരു മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം സൂക്ഷിക്കുക എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നോക്കാം പ്രധാന വാർത്തകൾ. അറബിക്കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നർ കൊല്ലം തീരത്ത് അടിഞ്ഞത് ചെറിയഴീക്കലിലും നീണ്ടകരയിലും. ഒഴിഞ്ഞ കണ്ടെയ്നറെന്ന് പ്രാഥമിക നിഗമനം. സമീപത്തെ വീടുകളിലുള്ളവരെ ഒഴിപ്പിക്കും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. 11 ജില്ലകളിൽ റെഡ് അലർട്ട്. കനത്ത മഴയിലും കാറ്റിലും വൻ നാശനഷ്ടം. 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. നിലമ്പൂരിൽ അംഗപ്പുറപ്പാട്. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് മുന്നണികൾ. ഒരുപോലെ ആശങ്കയിൽ ഇടത് വലത് മുന്നണികൾ. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നിറങ്ങും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥ തകർച്ചയിൽ. പണപ്പെരുപ്പ നിരക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ. ഏപ്രിലിൽ പണപ്പെരുപ്പ നിരക്ക് 5.94%. വിലക്കയറ്റവും പണപ്പെരുപ്പവും കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിൽ. ജനം ബ്രേക്കിംഗ്. റഷ്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്ക. ആക്രമണ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തുന്നത് നീട്ടി അമേരിക്ക. IPL-ൽ ഹൈദരാബാദിന് തകർപ്പൻ ജയം. കൊൽക്കത്തയെ തോൽപ്പിച്ചത് 110 റൺസിന്. ഇന്ന് മുംബൈ പഞ്ചാബ് പോരാട്ടം. മഴ പലയിടത്തും തുടരുന്നുണ്ട്. മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കെടുതിയാകുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നത്, നമുക്കറിയാം, ആ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ പലതും തീരത്തടിയുന്നുണ്ട് എന്നുള്ളതാണ്. അറബിക്കടലിലാണ് കഴിഞ്ഞ ദിവസം ആ ചരക്ക് കപ്പൽ മുങ്ങിയത്. ഇതിലെ കണ്ടെയ്നറുകൾ പലതും തീരത്ത് അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴീക്കലും നീണ്ടകരയിലും ചവറയിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. മറ്റ് തീരങ്ങളിലും കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യതയുണ്ടെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ നിരീക്ഷണം തുടരുന്നുണ്ട്. അതേസമയം പ്രദേശത്ത് നിന്ന് കൂടുതൽ കുടുംബങ്ങളെ ഇന്ന് രാവിലെയോടെ ഒഴിപ്പിക്കും. നമുക്ക് മനോജിലേക്ക് പോകാം കൊല്ലത്തെ വിവരങ്ങൾ നൽകുന്നതിനായി. മനോജ്, ഇത് ഈ കടൽ ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുന്ന രീതിയിലൊരു കണ്ടെയ്നറാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനടുത്തേക്ക് പോകരുത് എന്ന് നാട്ടുകാരോട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ്, ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചോ? പ്രാഥമിക നിഗമനം എന്താണ്? തീർച്ചയായും ഈ ഭാഗത്തേക്ക് എത്തുമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. ജനങ്ങളോടും ഇക്കാര്യം പറഞ്ഞിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നറുകൾ കാണുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം നൽകണമെന്ന്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, അതായത് നീണ്ടകര ഭാഗത്തേക്കാണ് ഈ കണ്ടെയ്നറുകൾ, അതായത് 3 കണ്ടെയ്നറുകളുള്ള ഒരു സെറ്റാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ സമീപ തീരങ്ങളിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുള്ളതായാണ്. അതായത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ ചെറിയഴീക്കൽ ഭാഗത്തേക്ക് കണ്ടെയ്നർ അടിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഉദ്യോഗസ്ഥർ ആദ്യം എത്തി, പിന്നീട് പരിശോധനയൊക്കെ നടത്തി ഈ കണ്ടെയ്നർ ശൂന്യമാണെന്ന് വിലയിരുത്തുന്നു. എന്നാലും ആ ഭാഗത്തു നിന്നൊക്കെ കുടുംബങ്ങളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നീണ്ടകര ഭാഗത്തേക്ക് അടക്കം ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, കണ്ടെയ്നറുകൾ വരുവാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ വന്നപ്പോൾ ഈ നാട്ടുകാരെല്ലാം ചേർന്ന് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. അവരൊക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചു. കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കരയിലോട്ട് അടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മദാമ തോപ്പിൽ ഉൾപ്പെടെ 3 കണ്ടെയ്നറുകൾ അടിഞ്ഞതായും വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ഇതിന് സമീപ തീരങ്ങളിലേക്കാണ് വീണ്ടും കണ്ടെയ്നറുകൾ അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടേക്കൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും
ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കണ്ടെയ്നർ അങ്ങനെ ഒഴുകി നടക്കുകയാണ്. അതായത് ചരക്ക് കപ്പലിൽ നിന്നും കടലിലേക്ക് വീണ കുറേയധികം കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്ക് ഇനിയും എത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം ഈ കാറ്റിൻ്റെ ദിശയനുസരിച്ചാണ് കണ്ടെയ്നർ ഒഴുകിയെത്തുന്നത്. മറ്റുള്ള ജില്ലകൾക്കടക്കം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. കൂടുതലായും മറ്റ് ആലപ്പുഴയ്ക്കൊക്കെ നിർദ്ദേശമുണ്ടായിരുന്നു, ആ ഭാഗത്തേക്കൊക്കെ കൂടുതൽ പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും കൊല്ലത്തേക്കാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു കണ്ടെയ്നർ ആദ്യം അടിഞ്ഞത്. പിന്നീട് ഓരോന്നായി അങ്ങനെ തീരത്തേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഏത് ഭാഗത്തേക്കാണ് ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുന്നത് എന്നുള്ള നിർദ്ദേശം അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകി. അതോടൊപ്പം തന്നെ അവിടേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെയും, അതായത് ഈ കണ്ടെയ്നർ എത്തുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം എത്തിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ കമ്മീഷണർ അടക്കം ഈ ചെറിയഴിക്കലെത്തി അവിടെ പരിശോധന നടത്തി അവിടെയുള്ള കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റുന്ന മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ നീണ്ടകര ഭാഗമാണ്. നീണ്ടകര ഭാഗത്തേക്കാണ്, അതായത് രാവിലെ ലഭിച്ച വിവരമാണ് ഇങ്ങോട്ടേക്ക് കണ്ടെയ്നറുകൾ എത്തുന്നു എന്നുള്ളത്. അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഇവിടെ നാട്ടുകാരൊക്കെ ചേർന്ന് ഈ കണ്ടെയ്നറുകൾ വരുന്നത് ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇനിയും പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ കണ്ടെയ്നറുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഓരോ ഭാഗത്തും. കാരണം ഈ തിരയടിച്ച് പാറയിൽ വന്ന് ഇടിച്ചുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ കണ്ടെത്തിയ ഈ കണ്ടെയ്നറിനും പിൻഭാഗം പൊട്ടിയ നിലയിലായിരുന്നു. എങ്കിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരടക്കം കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. എങ്കിലും ഇനിയും ആശങ്ക ഉള്ളത് എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്ത് തരത്തിലുള്ള വസ്തുവായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി അത് മുഴുവനും കടലിലേക്ക് പോയിട്ടുണ്ടോ എന്നതും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, അതുകൊണ്ട് തന്നെ എല്ലാവരോടും ജാഗ്രത പാലിച്ച് മാത്രമേ ഈ തീരങ്ങളിൽ കഴിയാവൂ എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ ലഭിച്ച വിവരമനുസരിച്ച് കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തി ഈ കണ്ടെയ്നറുകൾക്ക് അടുത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, രാവിലെ ഇത് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് എത്തിയാണോ? എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ തന്നെയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിരുന്നു? പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇതുപോലെ തന്നെ മറ്റുള്ള തീരങ്ങളിലേക്ക് അടിഞ്ഞിട്ടുണ്ടെന്നാണ്? അപ്പുറത്ത് ചെയ്യുന്നുണ്ടല്ലോ, അവിടെ അടിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെയൊക്കെ ഉദ്യോഗസ്ഥർ ഒഴുകി പോകുന്നുണ്ട്. അവിടെ പറഞ്ഞു കണ്ടോ, ഉള്ളി കണ്ട കൂടുതലും അതായത് ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ, അതായത് നമുക്ക് കൂടുതൽ കടലിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ കാണാമെന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്. അതുതന്നെയാണ്, അങ്ങനെയുള്ള കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തീരത്തോട്ട് വന്ന് അടിഞ്ഞിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവരും ആളുകളൊക്കെ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതായത് ഈ കടലിൻ്റെ തിര ശക്തിയാർജിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് കണ്ടെയ്നറുകൾ കൂടുതലും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും ഈ തിര ഇങ്ങനെ തന്നെ തീർച്ചയായും ഈ തിര ഇങ്ങനെ തന്നെ കൂടുതൽ ശക്തിയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നല്ല ശക്തമായ മഴ കാരണം നല്ല തിരയല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ കണ്ടെയ്നർ അടിച്ചടിച്ച് കരയിലോട്ടാക്കാമെങ്കിൽ അത്രയും ശക്തിയല്ലേ തിരക്ക്. നല്ല മഴയായിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ കടൽ കയറാൻ സാധ്യതയുള്ളതാണ്. ഈ ഭാഗത്തെല്ലാം കടൽ കയറി ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നതാ ഓരോരുത്തരത്തോട്ട്. ഈ കൂടുതലായിട്ടും ഇപ്പോൾ അടുത്ത, അതായത് മദാമത്തോപ്പിൽ ഉൾപ്പെടെ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കണ്ടെയ്നറുകൾ. അപ്പോൾ ഇങ്ങനെ വിവരം ലഭിച്ചിട്ടുണ്ടോ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന്? ഉണ്ട്, ലഭിച്ചിട്ടുണ്ട് ഒക്കെ. കാരണം ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, തെക്കുന്ന് വടക്കുന്ന് കണ്ടെയ്നർ ഒഴുകി വരുന്നുണ്ട്. നമ്മളെ ഇപ്പം തന്നെ നമ്മുടെ ഭാഗത്ത് തന്നെ 3 കണ്ടെയ്നർ ഇപ്പോൾ കിടപ്പുണ്ടല്ലോ, 3 ഭാഗങ്ങളിലായിട്ട് നമ്മുടെ വാർഡിൽ തന്നെ. തീർച്ചയായും ഈ ഭാഗത്തേക്കാണ് കൂടുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുള്ളത്. നമ്മളോടിപ്പോൾ സംസാരിച്ചത് ഇവിടെയുള്ള വാർഡ് മെമ്പറാണ്. എന്തായാലും ജനങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം പങ്കുവച്ചത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വിദഗ്ധരും ഇവിടേക്ക് എത്തിയിരുന്നു. അവരൊക്കെ തന്നെ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തിയതിൽ നിന്ന് ഈ കണ്ടെയ്നറുകളൊക്കെ പൊട്ടിയ നിലയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ പരിശോധന നടത്തി കസ്റ്റംസ് സംഘം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കാനാവൂ. കാരണം ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ എടുത്തു മാറ്റുവാനോ ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരല്ല, അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടേക്ക് എത്തണമെന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഓരോ ഭാഗത്തേക്കും എത്തിയ ശേഷം
ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങളുണ്ടാകും. എന്തായാലും ഈ ഒരു ആശങ്ക നിലനിന്നിരുന്നു എല്ലാ ഭാഗത്തും. ഈ തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ അടിയുമ്പോൾ അടുത്തേക്ക് പോകരുത്, അതോടൊപ്പം തന്നെ അതിൽ അപകടകരമായ വസ്തുവാണ് എന്നുള്ള കാര്യം നിർദ്ദേശം കൃത്യമായും ജനങ്ങൾക്ക് നൽകിയിരുന്നു. മത്സ്യത്തൊഴിലാളികളടക്കം അത് പാലിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസമൊന്നും തന്നെ മത്സ്യബന്ധനത്തിനോ അല്ലെങ്കിൽ ഒരു തരത്തിലും കടലിലേക്ക് ആളുകൾ പോയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ യാനങ്ങൾ എന്തെങ്കിലും ഈ കടലിനുള്ളിലുണ്ടെങ്കിൽ അവരെ തിരിച്ചെത്തിക്കാനുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിരീക്ഷണം കൃത്യമായിട്ടും എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസിനെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളൊക്കെ ജനവാസ മേഖല കൂടിയാണ്, വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ കൃത്യമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. കണ്ടെയ്നറുകൾ പരിശോധിക്കണം. മനോജ്, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. കാരണം രാവിലെ മുതൽ മനോജ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയം തുടങ്ങി ഇങ്ങോട്ട് ഈ ഉദ്യോഗസ്ഥരെയോ പോലീസിനെയോ ഒന്നും ആ ഭാഗത്ത് കണ്ടിരുന്നില്ല. ഇത്രയും മാരകമായ രാസവസ്തുക്കൾ ഉണ്ടായേക്കാമെന്ന നിഗമനത്തിലെത്തുന്ന കണ്ടെയ്നറുകളിൽ തുടരുത് എന്ന് ആദ്യ ദിവസം തന്നെ നിർദ്ദേശമുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളോടനുബന്ധിച്ച് തീരങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ കൃത്യമായ നിർദ്ദേശം മാത്രം പോരാ, നിരീക്ഷണം കൂടി ഉണ്ടാകേണ്ടതാണ്. ആ ഭാഗത്തു നിന്നുള്ള കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടതാണ്. ഇന്നലെ ചിലരെ ഒഴിപ്പിച്ചു എന്ന് കേൾക്കുന്നു. എന്താണ് അതിൽ മുന്നോട്ട് പോയിട്ടുള്ളത്? ഇപ്പോൾ ഈ ഭാഗത്ത് നാട്ടുകാരടക്കം ഈ കടൽഭിത്തിയുടെ മുകളിൽ കയറി നിൽക്കുന്നത് കാണുന്നുണ്ട്. ആ ഭാഗത്തെന്നും ഉദ്യോഗസ്ഥരെ, ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടിട്ടുമില്ല. ഇപ്പോൾ മാത്രമാണ് പോലീസുകാരെ കാണുന്നതും. തീർച്ചയായും ഈ വിവരം ലഭിച്ചപ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഇവിടെ നാട്ടുകാരാണ് നിന്നത്. അപ്പോൾ അതിനു മുമ്പ് അതായത് ഈ ഭാഗത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങോട്ട് എത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പിന്നീട് അതിൻ്റേതായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. അവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നാണ് അറിയിച്ചിരുന്നത്. എന്നിരുന്നാലും ഒട്ടനവധി തീരങ്ങളിൽ, അതായത് ഈ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നീണ്ടകര, അതോടൊപ്പം കരുനാഗപ്പള്ളി അടക്കം ഉള്ള തീരങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ അടിഞ്ഞതുകൊണ്ട് കൂടുതലും ഉദ്യോഗസ്ഥർ ഓരോ ഭാഗത്തേക്കായി പോകുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കിപ്പോൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥ നമ്മളോട് രാവിലെ സംസാരിച്ചിരുന്നു. എന്തായാലും ഇതിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇനിയും ഉണ്ടാകും. ആദ്യം പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഇത് കാലിയാണെന്നാണ് അറിയാൻ സാധിച്ചതെന്നാണ്. എന്തായാലും ഈ 3 കണ്ടെയ്നറുകളുള്ള ഒരു സെറ്റാണ് ഇപ്പോൾ ഈ തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്നത്. ഇനി കൂടുതൽ കണ്ടെയ്നറുകൾ ഓരോ ഭാഗത്തേക്കും അടിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഇതുപോലെ ശൂന്യമല്ലാത്ത രീതിയിലുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ കടൽ ഭിത്തിയോട് ചേർന്ന് ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ അടിഞ്ഞു കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. 2 എണ്ണം അവിടെ നിന്ന് വരുന്നുണ്ട്. എവിടെ നിന്നായിരുന്നു? ആ ഭാഗത്തുനിന്നുകൊണ്ട് 2 ഭാഗത്തുനിന്നായിട്ട് 2 എണ്ണം പുതിയതായിട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട്. തീർച്ചയായും 2 കണ്ടെയ്നറുകൾ കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് അതായത് ഈ കടൽ ഭിത്തിക്ക് മുകളിൽ കയറി നിന്നാൽ മാത്രമേ അത് കൂടുതലായി നമുക്കത് വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഭാഗത്തേക്കാണ് കണ്ടെയ്നറുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യം ഈ 3 കണ്ടെയ്നറുകളുള്ള ഒരു സെറ്റ് ഇങ്ങോട്ടേക്ക് എത്തി. അതിനുശേഷം ഓരോ ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് കണ്ടെയ്നറുകൾ വരികയാണെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മളോട് ഇവിടെയുള്ള നാട്ടുകാരടക്കം പങ്കുവയ്ക്കുന്നത്. കാരണം അവർക്ക് കൃത്യമായും ഈ കാറ്റിൻ്റെ ദിശയും അതോടൊപ്പം തന്നെ ഈ കടലിൻ്റെ തിരയടക്കം എങ്ങോട്ടേക്കാണ്, ഏത് ഭാഗത്തേക്കാണ് ഈ കണ്ടെയ്നറുകൾ വരാൻ സാധ്യത എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് അല്പസമയത്തിനകം തന്നെ ഈ കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് എത്തുകയാണെങ്കിൽ അത് കാണാൻ സാധിക്കും. എന്തായാലും നാട്ടുകാർക്കൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ജനപ്രതിനിധികളടക്കം പറയുന്നത്. അതോടൊപ്പം ഉദ്യോഗസ്ഥരും ഈ ഭാഗത്തേക്ക് രാവിലെ, അതായത് പോലീസ് ഉദ്യോഗസ്ഥരെത്തി, പിന്നീട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരെത്തി എന്നുള്ളതാണ്. അവരൊക്കെ തന്നെ നമ്മളോട് വിവരം പങ്കുവച്ചിരുന്നു. ഇനിയും കൂടുതൽ സുരക്ഷ ശക്തമാക്കേണ്ടതുണ്ട്. കാരണം ഈ കുട്ടികളടക്കമുള്ളവർ ഈ കടൽഭിത്തിക്ക് മുകളിലേക്ക് കയറി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം കണ്ടെയ്നറുകൾ വരുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള പരിശോധനയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എല്ലാവരോടും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. എന്തായിരുന്നു മാഡം? ഇപ്പോൾ നീണ്ടകര ഹാർബറിലോട്ട് ഇത് അടുക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ കൂടുതലും ഈ കുട്ടികളടക്കമുള്ളവർ ഈ കടൽഭിത്തിക്ക് മുകളിലേക്ക് കയറി നിൽക്കുമ്പോൾ അത് അപകടമാണ്. പോലീസുകാർ ഇതാണ്ട് ഈ കുട്ടികളെല്ലാം തുടർന്ന് ഇറക്കുമോ? കുട്ടി അതിനകത്ത് കാണാൻ ആരും കയറരുത്, എല്ലാവരും തറോട്ട് ഇറങ്ങ്. അപ്പം ഇപ്പം അങ്ങനെ ഒരു കയറുന്നുണ്ട്. അപ്പം നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതിലിപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്നാണോ?
കാലി എന്നാണ് നമുക്ക് നേരത്തെ കിട്ടിയൊരു റിപ്പോർട്ടും അങ്ങനെയാണ്. ഇതിനകത്ത് മറ്റെന്തെങ്കിലും അപകടകരമായ വസ്തുക്കളുണ്ടോ എന്നുള്ളത് കൂടുതൽ പരിശോധന ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. കൂടുതൽ പരിശോധന നമുക്ക് തുറന്ന് ഉള്ളിലേക്ക് നടത്തിയാലേ പറ്റുള്ളൂ. തിര നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ സാധ്യമല്ല. നമുക്ക് ഈ കടൽ ഇത്രയും പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ നമ്മുടെ ബോട്ട് ഇറക്കാനോ ഒന്നും തന്നെ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതാണ് അതിനകത്തുള്ള ഒരു വിഷമം. ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തേണ്ട ഒരു കാര്യം കൂടെ നമ്മളിപ്പം വിചാരിക്കുന്നത് നമ്മുടെ ശക്തികുളങ്ങരയിൽ ഇപ്പോൾ ഇങ്ങനെ കയറിയത് നമുക്ക് എന്തെങ്കിലും മടം കൊണ്ടോ മറ്റോ കെട്ടി നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് നോക്കുന്നത്. കാരണം ഹാർബറിനുള്ളിൽ കയറിയ ബോട്ടുകൾ അവിടെ ആങ്കർ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെന്തെങ്കിലും കേടുപാടുകൾ പറ്റുമോ എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഈ തീരങ്ങളിലൊക്കെ മുഴുവനായി എത്ര കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിഞ്ഞു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കണക്ക്? അതെന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയഴീക്കലുണ്ട്. നമ്മുടെ ഈ പരിമണം ഭാഗത്ത് ഈ ശിവ ഹോട്ടലിൻ്റെ പുറകുവശത്ത് തന്നെ ഇപ്പോൾ ഒരു 4 കണ്ടെയ്നർ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇപ്പം നീണ്ടകരയിലും വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയൊരു വിവരം. അതിനുശേഷം തീർച്ചയായും ഈ നീണ്ടകര, ഈ ചെറിയഴീക്കൽ, അതോടൊപ്പം തന്നെ ഈ ഭാഗത്തൊക്കെ തന്നെ കണ്ടെയ്നറുകൾ അടിയുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നേരത്തെ ഉദ്യോഗസ്ഥ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 കണ്ടെയ്നറുകൾ എത്തുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെയാണ് പക്ഷേ നാട്ടുകാരൊക്കെ തന്നെ ആ കടൽ ഭിത്തിയിൽ നിൽക്കുന്നതിൽ ഈ ഉദ്യോഗസ്ഥരടക്കം കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അവിടെ അങ്ങനെ കൂടുതൽ നേരം നിൽക്കരുത് എന്നുള്ള കാര്യം. കാരണം ഏത് തരത്തിലുള്ള വസ്തുക്കളാണ് കണ്ടെയ്നറിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വിവരമൊക്കെ അതൊക്കെ പരിശോധിച്ചാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കൂടുതൽ കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ശക്തികുളങ്ങര ഭാഗത്തേക്ക് എത്തിയിട്ടുള്ള കണ്ടെയ്നറുകൾ അത് ഈ വടം വച്ച് കെട്ടി നിർത്തുവാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ടെയ്നറുകളൊക്കെ തന്നെ കടലിൽ ഒഴുകി നടക്കുകയാണ്. ഏതൊക്കെ ഭാഗത്തേക്കാണ് പോകുന്നത് എന്നതിനെപ്പറ്റി നിരീക്ഷിച്ച് വന്നിരുന്നു. ഹെലികോപ്റ്ററിലടക്കം ഈ കണ്ടെയ്നറുകളുടെ വീക്ഷിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെയാണ് ഈ മേഖലയിലേക്കൊക്കെ ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ തുടങ്ങിയത്. ആദ്യം ഈ ചെറിയഴിക്കൽ എത്തുമ്പോഴാണ് അവിടെ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നത്. തുടങ്ങി അവിടേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നു, കൃത്യമായുള്ള പരിശോധനകൾ നടത്തുന്നു. മറ്റ് നടപടിക്രമങ്ങൾ, അതായത് കുടുംബങ്ങളടക്കം അവിടെ നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകി 5 കുടുംബങ്ങളെ രാത്രി തന്നെ അവിടെ നിന്നും മാറ്റുന്നു. രാവിലെയോടുകൂടി കൂടുതൽ പരിശോധന ശക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് അടക്കം എത്തുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ നീണ്ടകര ഭാഗത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അടക്കം ബന്ധപ്പെട്ടപ്പോൾ അവരും ഈ കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. നീണ്ടകര ഭാഗത്തേക്ക് എത്തുമെന്നുള്ള കാര്യം. അതനുസരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയ സമയത്താണ് ഈ വിവരം ലഭിക്കുന്നത്. എന്തായാലും കണ്ടെയ്നറുകൾ അങ്ങനെ, അതായത് 3 കണ്ടെയ്നറുകൾ അടങ്ങിയ ഒരു സെറ്റും അതോടൊപ്പം തന്നെ ഒരു കണ്ടെയ്നർ ഈ കടലിനുള്ളിൽ ഒഴുകി നടക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും വ്യക്തമാക്കുന്നത്. എന്തായാലും കുട്ടികളോടക്കമുള്ള നിർദ്ദേശം ഈ കടൽ ഭിത്തികളിലൊന്നും ഇങ്ങനെ നിൽക്കരുത് എന്നുള്ളതാണ്. ഇവിടെ നമ്മളോട് നേരത്തെ സംസാരിച്ച ഉദ്യോഗസ്ഥരടക്കം അക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിച്ചുകൊണ്ട് കൃത്യമായുള്ള പരിശോധനകൾക്ക് വേണ്ട സഹായകരമായിരുന്ന രീതിയിൽ വേണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ എന്നുള്ള കാര്യം. ഇപ്പോൾ പോലീസ് ഈ കടൽഭിത്തിയിൽ നിന്നും ഈ ജനങ്ങളെയൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ആണ്. അതായത് നേരത്തെ അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ വന്നു കഴിഞ്ഞാൽ അതിനടുത്തേക്ക് പോകരുത്, അതിൽ തുടരുത് എന്നുള്ള കാര്യം. ആദ്യം നമ്മൾ വന്നപ്പോൾ തന്നെ ഈ നാട്ടുകാരെല്ലാം ചേർന്ന് ഈ കടൽഭിത്തിയിലേക്ക് മുകളിലും അതോടൊപ്പം തന്നെ വശത്തൊക്കെയായി നിൽക്കുന്നത് കണ്ടിരുന്നു. കാരണം കൃത്യമായും പരിശോധന നടത്തേണ്ട ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ ഉണ്ടാവേണ്ട സാഹചര്യത്തിൽ നാട്ടുകാരൊക്കെ ചേർന്ന് അതിനടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാകുമെന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എത്തി ഇവിടെ നിന്നും ജനങ്ങളെയൊക്കെ മാറ്റി നിർത്താൻ തുടങ്ങിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ഈ കണ്ടെയ്നർ അടിഞ്ഞു എന്നുള്ളത് അറിഞ്ഞ് നിരവധി പേർ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി. ശരിയാണ് മനോജ്, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തതകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര വൈകി മാത്രം ഇങ്ങനൊരു നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ടായത് എന്ന് വ്യക്തമല്ല. ഏതായാലും തീരത്തുടനീളം, പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ ഭാഗത്തെ തീരങ്ങളിലുടനീളം ഈ കണ്ടെയ്നർ അടിയാനുള്ള സാധ്യത തന്നെയാണ് മുൻകൂട്ടി കാണുന്നത്. അങ്ങനെയെങ്കിൽ അവിടെയൊക്കെയും ഈ നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ടാവേണ്ടതുണ്ട്. നിലവിൽ പക്ഷേ ഈ കൊല്ലത്ത് ഇപ്പോൾ കണ്ട ഇടങ്ങളിലാണ് നിരീക്ഷണം ഉള്ളത്. അവിടെയാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്നത്. 7ഓളം കണ്ടെയ്നറുകൾ ഇപ്പോൾ തന്നെ കരയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 എണ്ണം കൂടി കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടെന്നാണ് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സുരക്ഷിതമായ അകലം പാലിക്കേണ്ടിയിരിക്കുന്നു. ആഴക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലിലെ നാവികരുടെ മൊഴിയെടുക്കും. ഇമിഗ്രേഷൻ പരിശോധനകൾക്ക് ശേഷം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗും വിവിധ ഏജൻസികളും നാവികരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. അതേസമയം മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ള അപകടകരമായ വസ്തുക്കൾ കടലിൽ പടർന്ന് അപകടമുണ്ടാകാനുള്ള സാധ്യത
തടയാനുള്ള നടപടികളിലാണ് തീരസംരക്ഷണ സേനയുടെ ICG സക്ഷം, സമർത്ഥ് എന്നീ കപ്പലുകൾ. രേഷ്മ ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, ഈ MSC എൽസ 3 അതിൽ നിന്ന് ഏതാണ്ട് 600-ലേറെ കണ്ടെയ്നറുകളാണ് അതിലുണ്ടായിരുന്നത്. അതാണ് പൂർണ്ണമായും മുങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ പൂർണ്ണമായും ഏറ്റവും കൂടുതൽ ആലപ്പുഴ തീരത്തും കൊല്ലം, തിരുവനന്തപുരം തീരങ്ങളിലും എത്തിച്ചേരാനുള്ള സാധ്യത കണക്കാക്കുന്നു. പക്ഷേ ഇപ്പോൾ വന്ന ഈ 7ഓളം കണ്ടെയ്നറുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൂരെ നിന്ന് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പലതിൻ്റെയും വാതിലുകൾ തുറന്നിട്ടുണ്ട്. അതായത് അതിനുള്ളിലുണ്ടായിരുന്ന രാസവസ്തുക്കൾ കടലിൽ പടർന്നിരിക്കാനുള്ള സാധ്യത തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. രേഷ്മ, ഇത് ഒരു ചെറിയ പ്രശ്നമായോ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ തൽക്കാലം അവിടെ നിന്ന് മാറ്റുന്നത് കൊണ്ടോ തീരുന്ന പ്രശ്നമായി വിലയിരുത്താൻ കഴിയുമോ എന്നൊരാശങ്കയാണ് ഉയരുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ആഴത്തിലുള്ളൊരു പഠനം ആവശ്യമുണ്ട്. കാരണം അതിലുണ്ടായിരുന്നത് ഏതു തരത്തിലുള്ള രാസവസ്തുക്കളാണ് എന്ന് വ്യക്തമല്ല. ഏതായാലും ഈ നാവികരുടെ മൊഴിയെടുക്കുന്നതോടെയും അതിൽ മറ്റു പരിശോധനകൾ, ഇമിഗ്രേഷൻ പരിശോധനകളൊക്കെയും നടത്തി കഴിയുമ്പോൾ ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നേക്കും എന്ന് കരുതുന്നു. അപ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ അവരിൽ നിന്ന് ശേഖരിക്കുന്നത്? ആ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അത് വെച്ചുകൊണ്ടാകുമോ ഈ അപകടകരമായ വസ്തുക്കളാണോ കടലിൽ പടർന്നിരിക്കുന്നത്, അതെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം തുടങ്ങിയ ഒരുപക്ഷെ ആഴത്തിലുള്ള പഠനങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം. പക്ഷെ അത് വളരെ പെട്ടെന്ന് വേണം എന്ന സാഹചര്യം കൂടിയല്ലേ? എങ്ങനെയാണ് വിലയിരുത്തൽ? വീണ, ഇന്നലെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം 640 കണ്ടെയ്നറുകളാണ് ഈ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, അതിൽ തന്നെ 74 കണ്ടെയ്നറുകൾ കാലിയാണ്. ഇതിൽ 13 എണ്ണത്തിലാണ് കാൽസ്യം കാർബൈഡ് ഉള്ളത്. മറ്റുള്ളവയിൽ എന്തൊക്കെ രാസവസ്തുക്കളാണ് ഉള്ളതെന്ന് വ്യക്തമല്ല. ഇതിനി പ്രധാനമായിട്ടും നിൽക്കുന്നത് അല്ലെങ്കിൽ ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത് ഈ ചരക്കുകൾ അല്ലെങ്കിൽ ഈ കാർഗോ അടക്കം ഇതിൻ്റെ കണ്ടെയ്നറുകൾ തീരങ്ങളിൽ അടിയുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ചുമതലയും, അതായത് കേരള തീരത്ത് അടിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കസ്റ്റംസ് മറൈൻ പ്രിവെന്റീവ് യൂണിറ്റുകൾക്കാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല ഉണ്ടാകുക. അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ആണ് എങ്കിൽ അത് അതാത് പ്രദേശത്തെ അല്ലെങ്കിൽ അതാത് ജില്ലയിലെ കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് മാറ്റും. മറ്റുള്ളവയാണെങ്കിൽ കൊച്ചിയിലേക്ക് കൊണ്ടുവരും. എന്തായാലും കസ്റ്റംസിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒന്ന് നിലവിൽ അറിയുന്നത് ഈ ബിൽ ഓഫ് എൻട്രി, അതായത് സാധാരണ കണ്ടെയ്നറുകൾ അടക്കം അല്ലെങ്കിൽ കാർഗോ അടക്കം ചരക്ക് കപ്പലുമായിട്ട് പോകുന്ന സമയത്ത് അതിൽ ഏതൊക്കെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിന്റെ ബിൽ ഓഫ് എൻട്രി എന്നുള്ള സംവിധാനത്തിൽ എന്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇതടക്കമുള്ള പരിശോധനകളിലേക്കായിരിക്കും കസ്റ്റംസിന്റെ മറൈൻ പ്രിവെന്റീവ് യൂണിറ്റുകൾ കടക്കുക. മറ്റൊന്ന്, വിവിധ ഏജൻസികൾ ഈ നാവികരുടെ മൊഴിയെടുക്കും എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് അപകടം ഉണ്ടായത്, അതുകൂടാതെ തന്നെ ആ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ്, ഇതടക്കമുള്ള വിശദാംശങ്ങളായിരിക്കും വിവിധ ഏജൻസികൾ തേടുക. അതുകൂടാതെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ്, അതായത് DG ഓഫ് ഷിപ്പിംഗ്, അവരും ഈ മൊഴി എടുക്കുന്നതായിരിക്കും. കാരണം വിവരങ്ങൾ തേടിക്കൊണ്ട് അവർക്കും കൃത്യമായിട്ട് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള എമിഗ്രേഷൻ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും DG ഓഫ് ഷിപ്പിംഗും അതോടൊപ്പം തന്നെ വിവിധ ഏജൻസികളും ഈ നാവികരുടെ മൊഴികൾ രേഖപ്പെടുത്തുക. പ്രധാനമായിട്ടും 20 ഫിലിപ്പീൻ സ്വദേശികളും 2 ഉക്രൈൻ സ്വദേശികളും 1 ജോർജിയൻ പൗരൻ, റഷ്യക്കാരനായിട്ടുള്ള ക്യാപ്റ്റൻ, ഇവരടങ്ങുന്ന 24 പേരെ സുരക്ഷിതമായിട്ട് തീരത്തണയ്ക്കാൻ നിലവിൽ നാവികസേനയ്ക്കും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിനും സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കുകൾ, അതായത് ഈ കണ്ടെയ്നറുകൾ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതാണ്. 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഏകദേശം കണക്ക് കൂട്ടുമ്പോൾ 70-74 കിലോമീറ്ററിന് ഉള്ളിൽ ആണ് കൊച്ചി തീരത്ത് നിന്നും ഉള്ളിൽ പുറംകടലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചുറ്റളവിൽ ഏകദേശം 20 കിലോമീറ്റർ പരിധിയിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാസവസ്തുക്കൾ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ വിവിധ ഏജൻസികൾ അല്ലെങ്കിൽ നാവികസേനയാണെങ്കിലും കോസ്റ്റ് ഗാർഡും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ളത് മത്സ്യസമ്പത്തിന് ഇത് വലിയ രീതിയിൽ അപകടം അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മറ്റ് ഇന്ധന ചോർച്ച, അതായത് ഒരു കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ധന ചോർച്ച ഉണ്ടാകും. നിലവിൽ ഇന്ധന ചോർച്ച ചെറിയ തോതിൽ ഉണ്ട് എന്നുള്ള ഒരു നിഗമനം കൂടിയുണ്ട്. അതും വലിയ രീതിയിൽ മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഒരു ആശങ്കയുണ്ട്. സമാനമായിട്ടുള്ള ആശങ്ക തീരപ്രദേശങ്ങളിൽ ഉള്ളവർക്കുണ്ട്. അതായത് നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചത്
കൊല്ലം ആലപ്പുഴ തീരത്ത് ഈ കണ്ടെയ്നറുകൾ അടിയുക, പ്രത്യേകിച്ച് അതിശക്തമായിട്ടുള്ള കാറ്റുണ്ട്, മഴയുണ്ട്, ഒഴുക്ക് സ്വാഭാവികമായിട്ടും ആ പ്രദേശങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചാകും. അതുകൊണ്ട് അവിടെയായിരിക്കും ഈ കണ്ടെയ്നറുകൾ അടിയുക എന്നുള്ളതാണ്. പലതും ഒഴിഞ്ഞ നിലയിലാണ്. ചിലതിൽ ഒരുപക്ഷെ കടലിൽ തന്നെ ആ രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ടാകാം. ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം മത്സ്യസമ്പത്തിനെ ബാധിക്കുകയും ചെയ്യും. എന്തായാലും വലിയ രീതിയിലുള്ള മലിനീകരണ പ്രശ്നമുണ്ട്. മറ്റൊന്ന് നിലവിൽ അറിയാൻ സാധിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ കേരള തീരത്ത് ഈ കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ ഇവ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഈ ചരക്ക് കപ്പൽ നീക്കാനായിട്ടോ ഉള്ള ചരക്ക് നീക്കാനായിട്ടോ ഉള്ള നടപടികൾ അത് നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കൃത്യമായിട്ട് തീരുവ അടയ്ക്കാത്തതാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും അനിവാര്യമാണ്. അതുകൊണ്ട് ഷിപ്പിംഗ് കമ്പനി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും നാവികസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം തീരുവ അടയ്ക്കാത്തതാണ് എങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള തീരുവ അടച്ചുകൊണ്ട് മറ്റ് നടപടികൾ ഷിപ്പിംഗ് കമ്പനി പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും സുരക്ഷിതരായിട്ട് 24 ജീവനക്കാരെയും എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഇനി ഇതുണ്ടാക്കുന്ന മലിനീകരണ പ്രശ്നങ്ങൾ വിവിധ തീരപ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാസവസ്തുക്കൾ 74 എണ്ണം കാലിയാണെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള 13 എണ്ണത്തിൽ മാത്രമാണ് കാൽസ്യം കാർബൈഡ് ഉള്ളത്. മറൈൻ ഗ്യാസ് ഓയിൽ അടക്കം ഉണ്ട് എന്നുള്ള ഒരു നിഗമനമുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള വിശദീകരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളോ ഒന്നും തന്നെ ഷിപ്പിംഗ് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. ഈ ചോദ്യം ചെയ്യലടക്കം അല്ലെങ്കിൽ ഈ മൊഴികൾ രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 24 ജീവനക്കാരുടെ എമിഗ്രേഷൻ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും DG ഓഫ് ഷിപ്പിംഗും അതും കൂടാതെ തന്നെ വിവിധ ഏജൻസികളും മൊഴികൾ രേഖപ്പെടുത്തുക. സമാനമായിട്ടുള്ള അല്ലെങ്കിൽ സമാന്തരമായിട്ട് തന്നെ നാവികസേനയുടെ ഭാഗത്തു നിന്നും കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും സംയുക്തമായിട്ട് ഈ കപ്പൽ മുങ്ങിയ ഭാഗം കേന്ദ്രീകരിച്ച് മേൽനോട്ടം തുടരുന്നുണ്ട്. അതായത് ഈ കപ്പൽ പൂർണ്ണമായിട്ട് മുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാർഗോ അടക്കം അത് ഏത് വിധത്തിലാണ് അവിടേക്ക് പോകുന്നത്, അത് എത്രത്തോളം മുങ്ങിയിട്ടുണ്ട്, അവിടുത്തെ ഇന്ധന ചോർച്ച, ഇക്കാര്യത്തിലുള്ള ഒരു മേൽനോട്ടമാണ് നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും 2 ഷിപ്പുകളാണ് ഇക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ കടുത്ത ജാഗ്രത പുലർത്തേണ്ടതാണ്, പ്രത്യേകിച്ച് ആലപ്പുഴ കൊല്ലം തീരത്തുള്ളവർ എന്നുള്ളതാണ് നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി രേഷ്മ. ഇതൊന്നും കൂടാതെ ഈ ചരക്ക് കപ്പലുകളിൽ സാധാരണ ഹെവി ഫ്യൂവൽ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിലും ഈ MSC LCയിലും അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിലും പക്ഷേ ഈ പറഞ്ഞ രാസവസ്തുക്കളൊക്കെ കടലിൽ കലരുന്നതിൻ്റെ പല മടങ്ങ് പ്രശ്നമായിരിക്കും ഉണ്ടാകുക എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. പക്ഷെ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തത കുറവുണ്ട്. എക്സ്പേർട്സാണ് അതിന് മറുപടി പറയേണ്ടത്. നമുക്ക് ഇതിനു മുമ്പ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വലിയ നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും പഠനങ്ങളും ഒക്കെ ആവശ്യമുണ്ട്. ഏതായാലും അതും സമാന്തരമായി നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആകെ നമുക്ക് പറയാനുള്ളത് തീരപ്രദേശങ്ങളിൽ നിന്ന് എന്തുകൊണ്ടും മാറി നിൽക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കനത്ത മഴയാണ്, കടലാക്രമണമുണ്ട്, കള്ളക്കടൽ പ്രതിഭാസമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടും മാറി നിൽക്കുക. വലിയ തിരമാലകൾക്ക് സാധ്യത, ഈ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത. പക്ഷേ നമ്മളിപ്പോൾ കണ്ടതെല്ലാം ഈ കാലിയായ കണ്ടെയ്നറുകളാണെന്നുള്ളതാണ്. അങ്ങനെയുള്ള 74 എണ്ണം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അതാണോ വന്നത് എന്ന് വ്യക്തമല്ല. പക്ഷേ നമുക്കൊന്നും ഒരു നിഗമനത്തിൽ ഇപ്പോൾ എത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അതുമായി സുരക്ഷിതമായ അകലം പാലിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുക. ഏതായാലും മഴ തുടരുകയാണ്. സംസ്ഥാനത്തെ എമ്പാടും മഴക്കെടുതികളും ഉണ്ടായിട്ടുണ്ട്. നമുക്കതിൻ്റെയൊക്കെ റിപ്പോർട്ടുകളിലേക്ക് വരാം. തോരാമഴയിൽ തീരാ ദുരിതം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇന്ന് 11 ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നു. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസും കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും ഒപ്പം വടക്കൻ കേരളത്തിൽ വിവരങ്ങളുമായി അനഖയും ചേരും. ടിൻഡുവിലേക്ക് പോകാം. ആദ്യം സംസ്ഥാന വ്യാപകമായ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ടിൻഡു, അതിതീവ്ര മഴ സംസ്ഥാനത്ത് എമ്പാടുമുണ്ട്. അതിൽ 11 ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നു. ഇപ്പോൾ രാവിലെ കാലാവസ്ഥ എങ്ങനെയാണ്? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അടുത്ത നിരീക്ഷണ റിപ്പോർട്ട് എപ്പോഴാണ് എത്തുക? വിവരങ്ങൾ.
വീണ നമസ്കാരം. ഇന്നും സംസ്ഥാനത്ത് അതിതീവ്ര മഴ തന്നെ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്ന് നോക്കാസ്റ്റിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഈ അടുത്ത 3 മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴയായിരിക്കും ലഭിക്കുക. ഈ 3 മണിക്കൂറിലെ അലേർട്ടുകൾ മാറിയിട്ടുണ്ട്. ഈ 3 മണിക്കൂറിലെ അലേർട്ടുകളിൽ 2 ജില്ലകൾക്ക് കൂടി വീണ്ടും ഓറഞ്ച് അലേർട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ മുഴുവൻ ദിനാന്തരീക്ഷ വ്യവസ്ഥയിൽ 11 ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്രമായിട്ടുള്ള മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ ഇന്ന് 26-ാം തീയതിയാണ്. ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടും. ഈ ന്യൂനമർദ്ദം ഒറീസ, ആൻഡമാൻ തീരത്തേക്കായിരിക്കും പോകുന്നത്. ഇതിന്റെ സ്വാധീനത്തിന്റെ ഫലമായിട്ട് വടക്കൻ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ അറബിക്കടലിന് സമീപമായിട്ട് ഉള്ളൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ന്യൂനമർദ്ദം രാജഗിരി ഭാഗത്തേക്കാണ് പോയത്. പക്ഷേ അതിൻ്റെ തീവ്രത വളരെ കുറവായിരുന്നതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള മഴയിലേക്കാണ് പോയത്. അപ്പോൾ വരും ദിവസം, അതായത് 27-ാം തീയതിയോടുകൂടി, നാളെയോടുകൂടി ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കർണാടക കോറമൻഡൽ, തെക്ക് പടിഞ്ഞാറൻ കോറമൻഡൽ തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് കേരളത്തിൽ 23-ാം തീയതി മൺസൂണായിട്ട് എത്തിയത്. അപ്പോൾ മൺസൂൺ ഇതിലൂടെ ശക്തി പ്രാപിക്കുമെന്ന വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ നിരവധി ദുരന്തങ്ങൾ ഉണ്ടായി. 3 പേരാണ് KSEB നൽകുന്ന പ്രസ് റിലീസിൽ പ്രകാരം 3 പേരാണ് വൈദ്യുതി ആഘാതമേറ്റ് മരണപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ലൈനിൽ KSEBയുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടൊരു നിർദ്ദേശം ലഭിക്കുന്നുണ്ട്. വൈദ്യുതി ലൈനുകൾ പൊട്ടിക്കിടക്കാനും അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴാനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഈ സംസ്ഥാനത്ത് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് 3 പേർ മരിക്കുക എന്ന് പറയുന്നത് അതിദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. കൂടാതെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കിഴക്കൻ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വെളുപ്പിന് 2 മണി മുതൽ രാവിലെ 2 മണി മുതൽ ഓക്കെ, ശരി. ടിന്നുവിലേക്ക് വരാൻ ഒരു പക്ഷേ മഴക്കാലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. മഴയത്തും വെയിലത്തുമൊക്കെ നമ്മുടെ റിപ്പോർട്ടർമാർ ഇങ്ങനെ വാർത്തകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങളാണ് ഇതുമെല്ലാം. നമുക്ക് രേഷ്മയിലേക്ക് പോകാം. രേഷ്മ, എങ്ങനെയാണ് കൊച്ചിയിലും സമീപ ജില്ലകളിലും എറണാകുളത്തിൻ്റെ സമീപ ജില്ലകളിലുമുള്ള മഴയുടെ ഒരു അവസ്ഥ? റെഡ് അലേർട്ട് നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് ആലപ്പുഴ കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട്. രാവിലെ മഴ, കാലാവസ്ഥ എങ്ങനെയാണ്? ആലപ്പുഴ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും റെഡ് അലർട്ട് തന്നെയാണ്. ആലപ്പുഴയ്ക്ക് ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ പെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്ത് നേരത്തെ വരെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. നിലവിൽ ഒരു ചാറ്റൽ മഴ തന്നെയാണ്. മൂടപ്പെട്ട ഒരു കാലാവസ്ഥ തന്നെയാണ് പലയിടങ്ങളിലും ഉള്ളത്. എറണാകുളം ജില്ലയിലെ മലയോര മേഖല കേന്ദ്രീകരിച്ചാണ് ശക്തമായിട്ടുള്ള തോതിൽ മഴ പെയ്യുന്നത്. പ്രത്യേകിച്ച് ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് മഴ ലഭിക്കുന്നുണ്ട്. ഇന്നലത്തെ കണക്ക് പ്രകാരം 88.8 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ആലുവയിലും 80 മില്ലിമീറ്റർ മഴ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടമലയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. നിലവിൽ ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 8 ഷട്ടറുകളാണ് ഉയർത്തിയിരിക്കുന്നത്. വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട്. സെക്കൻഡിൽ 10 ലക്ഷം ലിറ്റർ വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത പെരിയാറിന്റെ തീരത്തുള്ളവർ പുലർത്തണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും നിർദ്ദേശം റവന്യൂ വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നേര്യമംഗലം പാതയിൽ, ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അടിമാലി, പൊന്മുടി ഭാഗത്തും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചെല്ലാനം, മുനമ്പം, അതോടൊപ്പം തന്നെ കുഴിപ്പള്ളി ഉൾപ്പെടെയുള്ള കടലോര മേഖലയിൽ വലിയ രീതിയിൽ കടൽക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകി
നൽകിയിരുന്നു. അതായത് രാത്രി 8:30യോടുകൂടി 3 മില്ലിമീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ശക്തമായിട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. കടൽ കയറ്റ ഭീഷണി ഉണ്ട് എന്നുള്ളതാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ചെല്ലാനം മേഖലയിൽ അതിശക്തമായിട്ടുള്ള കടലാക്രമണം ഉണ്ട്. അതായത് നേരത്തെ തന്നെ നമുക്കറിയാം ഈ ചെല്ലാനം മേഖലയിൽ എന്ന് പറയുന്നത് 7.5 കിലോമീറ്റർ പരിധിയിൽ മാത്രമാണ് നിലവിൽ ടെട്രാപോഡ് പാകിയിട്ടുള്ളത്. ചെറിയ കടവ് മുതൽ ടെട്രാപോഡോ മറ്റ് കടൽ ഭിത്തി ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് വീടുകളിലേക്ക് കടൽ വെള്ളം രൂക്ഷമായിട്ട് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ നിലവിൽ റെഡ് അലർട്ട് തന്നെയാണ്. ചാവക്കാട് ഭാഗത്ത് കടൽ കയറ്റമുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന്റെ ഭീഷണിയുണ്ട്. പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ദേശീയപാതയിൽ അടക്കം മണ്ണിടിഞ്ഞ് ഗതാഗത കുരുക്ക് നേരിടുന്നുണ്ട്. ആലപ്പുഴയിലും സമാനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. കുട്ടനാട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയാണ്. ആലപ്പുഴയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഇടുക്കി, അതോടൊപ്പം തന്നെ എറണാകുളം, തൃശ്ശൂർ ഈ 3 ജില്ലകളിലും നിലവിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും നിലവിൽ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഈ പറയുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നേര്യമംഗലം ഭാഗത്താണ് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇടമലയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഭൂതത്താൻ കെട്ടിന്റെ അതോടൊപ്പം തന്നെ മലങ്കര ഡാമിന്റെ ഷട്ടറുകളാണ് കൂടുതലായിട്ട് തുറന്നിട്ടുള്ളത്. അതുകൊണ്ട് മൂവാറ്റുപുഴ, ചാലക്കുടി പുഴ, പെരിയാർ ഈ പ്രദേശങ്ങളിൽ കൈവഴികളുടെ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കനത്ത ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് നിർദ്ദേശം. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. വീണ. ഓക്കെ, ശരി രേഷ്മ. വടക്കൻ കേരളത്തിലെ സാഹചര്യം കൂടി നോക്കാം. അനഘയാണ് ചേരുന്നത്. അനഘ, വടക്കൻ കേരളത്തിലാകെ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാം തുടക്കം മുതൽ തന്നെ റെഡ് അലർട്ട് നിലനിന്നിരുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ മഴക്കെടുതികൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഇന്നിപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? അപ്പോൾ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ പിന്നീട് ഇന്ന് രാവിലെ കാണുന്നത് എന്താണ്? വീണ, വടക്കൻ കേരളത്തിൽ ഇന്നും മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴ, അതായത് ഇടതടവില്ലാതെ മഴ ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ നമ്മളിപ്പോൾ കോഴിക്കോട് ഹാർബറിലാണ് നിൽക്കുന്നത്. ഈ പ്രദേശം അതിശക്തമായ കാറ്റ് പല മേഖലകളിലും അടിക്കുന്നുണ്ട്. മാത്രമല്ല മലയോര മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് ഭാഗത്തൊക്കെ തന്നെ അവിടെ നിന്ന് 9 കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കണ്ണൂരുള്ള വയനാട് കല്ലൂർ പുഴ കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് നിൽക്കുന്ന നിരവധി ആളുകളെ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുഴയുടെ ഓരത്ത് നിൽക്കുന്നവരെയും അതുപോലെ തന്നെ കടൽ തീരത്തിനോടടുത്ത് താമസിക്കുന്നവരെയും ഒക്കെ തന്നെ കൃത്യമായി മാറ്റി താമസിപ്പിക്കുന്നുണ്ട്. വീണ, നിലവിൽ ഇവിടെ അതിശക്തമായ കാറ്റടിക്കുകയാണ്. ആ രീതിയിൽ പല മേഖലകളിലും ശക്തമായ കാറ്റും ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പല മേഖലകളിലും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പ് അല്ലെങ്കിൽ അത് തുടങ്ങാനുള്ള നിർദ്ദേശമൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. വീണ. യെസ്, കനത്ത കാറ്റും പലയിടങ്ങളിലും ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം മരച്ചില്ലകളും മറ്റും ഒടിഞ്ഞു വീണും ഈ വീടുകളുടെ തകര ഷീറ്റുകൾ വീടുകളിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെയും ഇങ്ങനെ പോകുന്നതും വലിയ ഹോർഡിങ്സ് മറിഞ്ഞു വീഴുന്നതും അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് ഈ വലിയ കാറ്റ് 50 കിലോമീറ്ററിലധികം വേഗത്തിൽ വീശുന്ന കാറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ കനത്ത മഴ തുടരുന്നതും വലിയ പ്രശ്നമാണ്. അതായത് മലയോര പ്രദേശങ്ങളിലുള്ളവരും തീരപ്രദേശങ്ങളിലുള്ളവരും സൂക്ഷിക്കുക എന്ന് പറയുന്നതിനൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയും അതിൽ നിന്ന് പലവിധ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമൊക്കെ ഉള്ളതിനാൽ എല്ലാവരും സൂക്ഷിക്കണം എന്ന ഒരു കാര്യമാണ് എടുത്തു പറയാനുള്ളത്. ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ശ്രദ്ധിക്കുക. ഈ ഓരോ ജില്ലകളിലും ഏറ്റവും പ്രശ്നബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. ഈ മഴയുമായി ബന്ധപ്പെട്ട് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള പത്തനംതിട്ടയിൽ അതിശക്തമായ കാറ്റ് വിവിധ മേഖലകളിൽ നാശം വിതച്ചു എന്നറിയുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 102 വൈദ്യുതി പോസ്റ്റുകളാണ് ഒടിഞ്ഞു വീണത്. വിനോദസഞ്ചാരത്തിന് ഉൾപ്പെടെ ജില്ലയിൽ ബുധനാഴ്ച വരെ നിയന്ത്രണങ്ങൾ തുടരുക തന്നെയാണ്. മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് കാറ്റ് വലിയ നാശം വിതച്ചിട്ടുണ്ട്. ആളപായം ഉണ്ടാകാതെ വളരെ നോക്കേണ്ടതുണ്ട് എന്ന സാഹചര്യമുണ്ട്. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ഇതിലേറ്റവും പ്രധാനം ഈ കാറ്റ് വീശുന്നത് തന്നെയാണെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പുകളുണ്ട്. ഇന്നിപ്പോൾ ജില്ലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിലുമൊക്കെയും എങ്ങനെയാണ് മഴ കാലാവസ്ഥ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ഇന്നലെ ഈ കാറ്റിലും മഴയിലും ഉണ്ടായ കെടുതികൾ
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പത്തനംതിട്ട ജില്ലയിൽ നേരത്തെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പലതും തുറന്നതാണ്. ജനങ്ങൾ അവിടേക്ക് സ്വമേധയാ മാറിയെത്തുന്നുണ്ടോ? മിഥുൻ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ ആളുകൾ എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം അവിടെ നമുക്കറിയാം ജില്ലയുടെ ഒരു പ്രത്യേകത വെച്ച് നോക്കുകയാണെങ്കിൽ മലയോര മേഖലയും ഉണ്ട്. അതേസമയം ഈ പാടശേഖരങ്ങളുടെ അടുത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകൾ സ്വമേധയാ മാറി എത്തുന്നുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തന സജ്ജമായിട്ടില്ല. 230 ക്യാമ്പുകൾ ഏത് നിമിഷം വേണേലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ആളുകളെ ഒന്നും ഈ സമയം വരെയും ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. കോന്നി, ചിറ്റാർ, സീതത്തോട് തുടങ്ങിയ മലയോര മേഖലകളിലും പന്തളം, ആറന്മുള തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണിയും ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ ഭീഷണിയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 60ഓളം പ്രശ്നബാധിത മേഖലകൾ ജില്ലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മേഖലകളോട് ചേർന്നാണ് 230ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിഞ്ഞ ദിവസം സജ്ജമാക്കുകയും ചെയ്തത്. പക്ഷേ നിലവിൽ ആരെയും ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. ജില്ലയിൽ ശക്തമായ കാറ്റാണ് നാശം വിതയ്ക്കുന്നത്. ജില്ലയുടെ മലയോര മേഖലകളിലും ഒപ്പം പത്തനംതിട്ട നഗരത്തോട് ചേർന്ന വിവിധ മേഖലകളിലും ശക്തമായ കാറ്റ് നാശം വിതച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 102ഓളം വൈദ്യുത പോസ്റ്റുകളാണ് പത്തനംതിട്ട ഡിവിഷനിൽ മാത്രം തകർന്നു വീണത്. മരങ്ങൾ പലയിടത്തും കടപുഴകി വീണു. വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. 30ഓളം വീടുകൾക്കാണ് കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ നാശനഷ്ടം സംഭവിച്ചത്. അടൂർ പാറക്കൂട്ടത്ത് സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന കുട്ടികൾക്ക് മുകളിലേക്ക് മരം മറിഞ്ഞു വീണ് അവർക്ക് അപകടമുണ്ടായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 225ഓളം സ്ഥലങ്ങളിൽ വൈദ്യുത പോസ്റ്റുകൾക്ക് മുകളിലേക്ക്, വൈദ്യുതി ലൈനുകൾക്ക് മുകളിലേക്ക് 240ഓളം വൈദ്യുതി ലൈനുകൾക്ക് മുകളിലേക്കും മരങ്ങൾ ഒടിഞ്ഞു വീണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മറ്റ് മേഖലകളിൽ ഈ പമ്പ, അച്ചൻകോവിലാർ ഉൾപ്പെടെയുള്ള നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളിലും കനത്ത മഴ ഇന്നലെ രാത്രി ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മണിക്കൂറുകളിൽ ജലനിരപ്പ് ഒരുപക്ഷെ ഉയരാനുള്ള ഒരു സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്. നദികളുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പുലർത്താനും നിർദ്ദേശമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അച്ചൻകോവിലാറിന്റെ തീരത്താണ്. അച്ചൻകോവിലാർ വലിയ ഒഴുക്കില്ലാതെ ശാന്തമായി തന്നെ കലങ്ങിയ മറിഞ്ഞ വെള്ളമാണ്. പക്ഷേ വലിയ അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് ജലനിരപ്പോ അതിൻ്റെ ഒഴുക്കോ മാറാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ജാഗ്രത പുലർത്താൻ വേണ്ടി നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബുധനാഴ്ച വരെ മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര രാത്രി 7 മണി മുതൽ പുലർച്ചെ 6 മണി വരെയുള്ള സമയത്ത് രാത്രിയാത്ര കർശനമായും നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കയാക്കിംഗ്, ട്രക്കിംഗ്, കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരത്തിന് ബുധനാഴ്ച വരെ ജില്ലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ക്വാറികളുടെ പ്രവർത്തനവും ജില്ലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി തുടരുകയാണ്. ഇങ്ങനെ കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലയിൽ തുടരുന്നു. ഒപ്പം ഈ ശക്തമായ കാറ്റ്, വെള്ളപ്പൊക്ക ഭീഷണി ഒരു വശത്ത് ഉണ്ടെങ്കിലും അത് അങ്ങനെ അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ ശക്തമായ കാറ്റാണ് പല മേഖലകളിലും, പ്രത്യേകിച്ച് മലയോര മേഖലകളിലെല്ലാം വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. ഇന്നലെ രാത്രിയോടുകൂടിയാണ്, ശനിയാഴ്ച വൈകിട്ട് പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. സീതത്തോട്, കക്കാട്, റാന്നി, പെരുന്നാട്, വടശ്ശേരിക്കര തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം, തണ്ടിത്തോട് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം മണിക്കൂറുകളോളം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. കക്കാട് ഭാഗത്തൊക്കെ കരാർ ജീവനക്കാരെ കൂടി കൂടുതലായി നിയമിച്ചുകൊണ്ടാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. മരങ്ങൾ കടപുഴകി വീണുള്ള സംഭവങ്ങളാണ്, അപകടങ്ങളാണ് കൂടുതലായി ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ ഉണ്ടായ, നാശനഷ്ടമുണ്ടായ സംഭവങ്ങൾ മാത്രമാണ് ഇതുവരെ നിലവിൽ അനിഷ്ട സംഭവങ്ങളായി ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആറന്മുള, പന്തളം തുടങ്ങിയ ജില്ലയിൽ വേഗത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉള്ള പ്രദേശങ്ങളിലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ വൈകുന്നേരം വരെ ഇടപെട്ടുള്ള മഴയായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. നിർത്താതെ പെയ്യുന്ന മഴയാണ് ജില്ലയിൽ പലയിടത്തും വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത്. ഇന്നലെ രാത്രി മുതലാണ് ഈ നിർത്താതെയുള്ള മഴ. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള സമയത്താണ് പലയിടങ്ങളിലും, പത്തനംതിട്ട നഗരത്തിലും റാന്നി, പെരുന്നാട്, തിരുവല്ല, സീതത്തോട് തുടങ്ങിയ മേഖലകളിലെല്ലാം, മലയോര മേഖലകളിൽ ഉൾപ്പെടെ നിർത്താതെയുള്ള മഴ ഇന്നലെ രാത്രി മുതൽ പെയ്തു തുടങ്ങിയത്. ഇന്നലെ പകൽ സമയം വരെ ഈ ഇടപെട്ടുള്ള മഴയായതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ ശാന്തമാകാനും കൂടുതൽ അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് സ്ഥിതിഗതികൾ മാറാതിരിക്കുന്നതിനുമുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലേക്ക് അച്ചൻകോവിലാറിൻ്റെയോ മണിമലയാറിൻ്റെയോ മറ്റ് പമ്പാ നദിയുടെയോ ഒന്നും ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ്. വീണ. ഓക്കെ, ശരി മിഥുൻ. പത്തനംതിട്ടയിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും ജാഗ്രതാ നിർദ്ദേശം തുടരുക തന്നെയാണ്.
നമുക്ക് തൽക്കാലത്തേക്ക് ഇനി ഈ മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാറ്റിവെക്കാം. പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകൾ കൂടിയുണ്ട്. അതിലൊന്ന് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. പാകിസ്ഥാന്റെ ആണവ പദ്ധതികൾക്ക് പിന്തുണയുമായി ചൈന രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്ത. ചൈനീസ് സഹായത്തോടെ പാകിസ്ഥാൻ ആണവായുധങ്ങൾ ആധുനികവൽക്കരിക്കുകയാണ്. US പ്രതിരോധ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. വിവരങ്ങൾ എന്താണ്? ഗൗതം, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ചൈന തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ പാകിസ്ഥാനൊപ്പം നിലനിൽക്കുന്നത് നമുക്ക് വ്യക്തമാണ്. നേരത്തെ തന്നെ ചൈനീസ് സഹായത്തോടു കൂടിയുള്ള ആയുധങ്ങൾ മറ്റും ഉപയോഗിച്ചിരുന്നു പാകിസ്ഥാൻ. പിന്നീട് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടിയെ തുടർന്ന് പാകിസ്ഥാൻ നടത്തിയ ഓരോ നീക്കങ്ങളും ചൈനയുടെ പിന്തുണയോടുകൂടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആണവ പദ്ധതികൾക്ക് പിന്തുണയുമായി ചൈന വന്നിരിക്കുന്നു എന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത് ചൈനീസ് സഹായത്തോടെ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ആധുനികവൽക്കരിക്കുന്ന ഒരു നീക്കം കണ്ടെത്തിയിരിക്കുന്നത് US പ്രതിരോധ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് വിശദമായി പോകേണ്ടതുണ്ട്. ഗൗതം, എന്തൊക്കെയാണ് വിവരങ്ങൾ? വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത്. വീണ, നേരത്തെ തന്നെ ഈ പാകിസ്ഥാന് ചൈന ആയുധങ്ങൾ നൽകുകയും പാകിസ്ഥാനിലെ ഭീകര പ്രവർത്തനങ്ങൾക്കും ഒപ്പം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ചൈനയുടെ പങ്ക് നേരത്തെ തന്നെ ഭാരതം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇക്കാര്യം ചൈനയോട് തന്നെ ഭാരതം പല ഘട്ടങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, പാകിസ്ഥാന്റെ ആണവ പദ്ധതികൾക്ക് ചൈന നേരിട്ട് വലിയ സഹായങ്ങൾ നൽകുന്നു എന്നതാണ് ഇപ്പോൾ US-ന്റെ പ്രതിരോധ വിഭാഗത്തിന്റെ രഹസ്യ ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഏജൻസിയുടെ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ആണവായുധങ്ങളും മറ്റും ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി ചൈന വലിയ സഹായങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. ഈ ആണവായുധങ്ങൾ നമുക്കറിയാം ഭാരതത്തിന് നേരെ ഉപയോഗിക്കും എന്ന ഭീഷണി പോലും പല ഘട്ടങ്ങളിൽ പാകിസ്ഥാൻ ഉയർത്തുകയും അതിനെ ശക്തമായ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അത്തരം വാക്കുകളിലൂടെ തന്നെ കൃത്യമായ തിരിച്ചടി പാകിസ്ഥാന് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആണവായുധങ്ങൾ കൃത്യമായി ആധുനികവൽക്കരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾക്ക് പ്രത്യേക സുരക്ഷ നൽകുന്നതിനുമൊക്കെ ചൈനീസ് സഹായം ലഭിക്കുന്നു എന്നുള്ളതാണ്. ചൈനയുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ആണവ പദ്ധതികൾ ആധുനികവൽക്കരിക്കുന്ന നീക്കം പാകിസ്ഥാൻ നടത്തുന്നത് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ നേരത്തെ ഭാരതം ഉന്നയിച്ചതാണ് ഈ വിഷയങ്ങൾ. ചൈനയുടെ സഹായം പാകിസ്ഥാന് ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നു. ഒപ്പം ഈ പാകിസ്ഥാനെ പോലൊരു രാജ്യത്തിന് ആണവായുധങ്ങൾ നൽകുന്നതിലും അല്ലെങ്കിൽ അതിനെ കൂടുതൽ ശക്തമാക്കുന്ന രീതിയിൽ അതിനെ ഉയർത്തുന്നതിനുമൊക്കെ ചൈനയുടെ സഹായം ഉണ്ട് എന്ന് ഭാരതം പലതവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. അക്കാര്യം ഇപ്പോൾ US-ന്റെ രഹസ്യാന്വേഷണ വിഭാഗം കൂടി അടിവരയിട്ട് പറയുകയാണ്. വീണ, ഓക്കെ, ശരി ഗൗതം. മുട്ടാർ മാലിന്യ ശുദ്ധീകരണ പ്ലാന്റിനോടനുബന്ധിച്ചുള്ള വെറ്റ് വെൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം ആളിക്കത്തുകയാണ്. പോണേക്കര മനക്കപ്പറമ്പ് ഭാഗത്താണ് പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോകുന്നത്. ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് നിന്ന് മാലിന്യ പമ്പിംഗ് സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു ജനകീയ പ്രതിഷേധമാണ് എനിക്ക് പിന്നിലായിട്ട് വരുന്നത്. പോണേക്കര മനക്കപ്പറമ്പ് റോഡിൽ സ്ഥാപിക്കുന്ന ഗ്രീൻ മെഡോസിൽ, അതായത് വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷനെതിരായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധ മാർച്ച് ഇവിടെ സ്ഥാപിക്കുന്ന, അതായത് മുട്ടാർ ശുദ്ധീകരണ പ്ലാന്റിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രീൻ മെഡോസിൽ അല്ലെങ്കിൽ ഒരു വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. ഇത് ജനസാന്ദ്രത ഏറിയ നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ഒരിടത്ത് സ്ഥാപിക്കരുത് എന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നിലവിൽ ഈ ഒരു പ്രതിഷേധ മാർച്ചുമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ വന്നിരിക്കുന്നത്. ചേട്ടാ, ഈ ആക്ഷേപത്തിനും ഈ ഒരു പരാതിക്കും പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഈ റോഡ് വെട്ടിപ്പൊളിച്ച് ഞങ്ങളുടെ ഏക ആശ്രയമായ ഈ റോഡ് വെട്ടിപ്പൊളിച്ച് ഇതിലെ പൈപ്പിട്ട് കളമശ്ശേരിയിൽ നിന്ന് തൃക്കാക്കരയിൽ നിന്നുള്ള വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെറ്റ്വെൽ പമ്പ് സ്ഥാപിച്ച് ഇവിടെ നിന്ന് വീണ്ടും വന്ന് മുട്ടാറിലേക്ക് പമ്പ് ചെയ്യുന്നത് സർക്കാരിൻ്റെ പണം ദുർവിനിയോഗം ചെയ്യുന്നതിനുള്ള വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. നേരിട്ട് അത് അങ്ങോട്ട് പമ്പ് ചെയ്യാനായിട്ട് ധാരാളം ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. ജനസാന്ദ്രത കുറഞ്ഞ മേഖലകൾ അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ജനവാസ മേഖലയിൽ നിന്ന്, ജനസാന്ദ്രത കൂടിയ മേഖലയിൽ നിന്ന് ജനവാസം കുറഞ്ഞ മേഖലയിലേക്ക് ഈ വെറ്റ്വെൽ പമ്പ് സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുക. ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? ഈ വിഷയങ്ങൾ മുഴുവൻ എല്ലാ അധികാരികൾക്കും ഞങ്ങൾ പരാതി കൊടുത്തു.
എല്ലാ അധികാരികൾക്കും, മുഖ്യമന്ത്രി മുതൽ താഴെ തട്ടിലുള്ളവർ വരെ എല്ലാവരും ഞങ്ങളെ കേൾക്കാമെന്ന് പറഞ്ഞു. കലക്ടർ ബഹുമാനപ്പെട്ട MLA പറഞ്ഞു ഇവിടെ വന്ന് പരാതി കേൾക്കുമെന്ന്. ഇതുവരെ ആരും ഞങ്ങളുടെ പരാതി പരിഹരിച്ചില്ല, ഞങ്ങളുടെ പരാതി കേട്ടിട്ടുമില്ല. കൗൺസിലറെ പോലെയുള്ള ജനപ്രതിനിധികളുള്ളപ്പോൾ അല്ലെങ്കിൽ MLA ഉണ്ട്, MP ഉണ്ട്, എല്ലാം ഉണ്ട്. ആരുമായിട്ട് ഒന്നും സംസാരിക്കാതെ വെറും ഉദ്യോഗ തലത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണിത്. അത് ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അധികാരികൾ ഞങ്ങൾ പറയുമ്പോൾ അവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ല. അത് വെറുതെ ഒരു വെറ്റ്വെൽ പമ്പ് നമ്മുടെ കോടതി പറഞ്ഞു എന്നുള്ള കാരണം പറഞ്ഞ് അവർ ദ്രുതഗതിയിൽ ഇതിവിടെ കൊണ്ടുവരികയാണ്. അത് അവസാനിപ്പിച്ചേ പറ്റൂ. കോടതി പറഞ്ഞിട്ടില്ല ഇവിടെ സ്ഥാപിക്കണമെന്ന്. കോടതി മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എന്തിനാണ് ഈ മുനിസിപ്പാലിറ്റിയിലെ വേസ്റ്റ് ഈ കോർപ്പറേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് ഈ കൊച്ചിൻ കോർപ്പറേഷനിലെ മേയറോടോ ജനപ്രതിനിധികളോടോ ഞങ്ങളുടെ കൗൺസിലറോടോ ഒന്നും ആലോചിക്കാതെ ഇത്തരം ഒരു പദ്ധതിക്ക് ഇത്ര ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നത്? ഈ സ്ഥലമെടുപ്പിലെ അഴിമതിയാണ് ഇതിനകത്തെ മുഖ്യ പ്രശ്നം. അതുകൊണ്ട് ഈ അഴിമതി പദ്ധതി ഇവിടെ വേണ്ട. ജനസാന്ദ്ര മേഖലയാണ്. ഇതാണ് ഈ സ്ഥലം. ഈ തൊട്ടടുത്ത് 16 ഫാമിലി താമസിക്കുന്നുണ്ട്. അമൃത ഇവിടെ നിന്നാൽ കാണാം. ആ ലാസ്റ്റ് കാണുന്നതാണ് അമൃത. ഇത്രയും വീടുകൾ ഇവിടെയുണ്ട്. ഈ ജനവാസ മേഖലയിലാണ് ഇതുപോലെയുള്ള ഒരു മാലിന്യം കൊണ്ടുവന്ന് തള്ളാൻ ഉദ്ദേശിക്കുന്നത്. എത്ര കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു? ഇവിടെ 400ഓളം ആദികൾ തൊട്ടടുത്തുണ്ട്. ഈ 35-ാം ഡിവിഷനിൽ 1500ഓളം കുടുംബങ്ങളുണ്ട്. അതെ, ഇവിടെ തന്നെ 700 MRAയിൽ തന്നെ 720 ഫാമിലി ഉണ്ട്. കാക്കനാടും തൃക്കാക്കരയും ഇവിടെ നിന്ന് 8, 10, 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അത്രയും ദൂരം ഇവിടെ നിന്ന് പൊളിച്ച് ഇവിടെ വരെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെയേറെ ദുരൂഹതകൾ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു ജനകീയ പ്രശ്നമാണ്. കാരണം ഈ കാണുന്നതാണ് പദ്ധതി പ്രദേശം. ഇവിടെയാണ് വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാനായിട്ട് അധികാരികൾ ഉദ്ദേശിക്കുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഫ്ലാറ്റ് സമുച്ചയം. അധികം മീറ്ററുകൾ വ്യത്യാസമോ അതായത് ദൂര വ്യത്യാസം ഒന്നും തന്നെയില്ല ഈ പദ്ധതി പ്രദേശവുമായി ഇത് കണക്കാക്കുമ്പോൾ. തൊട്ടപ്പുറത്ത് തന്നെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ ജനകീയ പ്രക്ഷോഭത്തിന് ആധാരം എന്ന് പറയുന്നത് ഈ വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് നിന്നും മാറ്റണം എന്നുള്ളതാണ്. കാരണം നിരവധി ജനസാന്ദ്രത ഏറെ, നിരവധി കുടുംബങ്ങൾ 700ഓളം കുടുംബങ്ങൾ തന്നെ തൊട്ട് പരിസരത്ത് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖലയിൽ നിന്നും ഈ പദ്ധതി മാറ്റണം എന്നുള്ളത് തന്നെയാണ്. ഇത്രയധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ മേഖലയിൽ നിന്നും ഈ വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ, അതായത് മാലിന്യ ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ. കനാൽ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട്, അതായത് ഫ്ളാറ്റുകളുടെയും വീടുകളുടെയും മാലിന്യം നേരിട്ട് കനാലിലേക്ക് ഒഴുകിയെത്താതെ ശുദ്ധീകരിച്ചുകൊണ്ടുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന സംവിധാനമാണ് ഈ ശുദ്ധീകരണ പ്ലാന്റ്. അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ. അത് ഇപ്പോൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് പോണേക്കര മനക്കപ്പറമ്പ് റോഡിലെ ഈ കാണുന്ന പ്രദേശത്താണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ഒരു വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ആദ്യം ഇത് KMRLന്റെ നേതൃത്വത്തിലാണ് നടക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ തോടിൻ്റെ വീതി കൂട്ടുന്നതിനെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങളാരും എതിരല്ല. പക്ഷേ പിന്നീട് പറയണത് KMRLനെ മാറ്റി ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പിനെ ഏൽപ്പിച്ചൊക്കെയാണ്. അത് വാട്ടർ അതോറിറ്റിയുമായിട്ട് ചേർന്നുകൊണ്ട് ഇറിഗേഷൻ വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് തയ്യാറാകണമെന്ന് പറഞ്ഞു. അപ്പോഴും ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുക്കേ, അവരോട് ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകേ, ഞങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കണ്ടേ. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പ്രദേശത്തുള്ള ജനങ്ങളോട് ഇന്നതാണ് ഇവിടെ വരുന്നത്, അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടോ ഇല്ല എന്നുള്ളതിനെ പറ്റി പറയാനായിട്ട് ആ പഠനരേഖയെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങളുടെ കൗൺസിലിൽ അത് അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊന്നും വരാതെ, ഇവിടുത്തെ MLA MP ഒന്നും അറിയാതെ, നാട്ടുകാരറിയാതെ, ഇവിടുത്തെ മറ്റ് ജനസംഘടനകളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. അവരാരെയും ചർച്ചക്കെടുത്തിട്ടില്ല, അവരാരും വിശ്വാസത്തിലെടുത്തില്ല. അപ്പോൾ ആരും വിശ്വാസത്തിലെടുക്കാതെ ഒരു പദ്ധതി ഉദ്യോഗസ്ഥ തലത്തിലാണ് നടക്കുന്നത്. ഭരണാധികാരികളാണെന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് ജനങ്ങളുടെ മേലെ എന്തും അടിച്ചേൽപ്പിക്കാമെന്നുള്ളൊരു ധാർഷ്ട്യം ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അടുത്ത മണിക്കൂറിലേക്ക് പുത്തൻപുലരി കടക്കുകയാണ്. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറബിക്കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത്. കടലിലും തീരത്തും ജാഗ്രതാ നിർദ്ദേശം. വിദഗ്ധ സംഘവും കസ്റ്റംസും പരിശോധിക്കും. സമീപത്തെ വീടുകളിലുള്ളവരെ ഒഴിപ്പിക്കുന്നു.
ഒഴിയാതെ മഴക്കെടുതി. വയനാട് കല്ലൂർ പുഴ കരകവിഞ്ഞു. കനത്ത മഴയും ശക്തമായ കാറ്റും തുടരും. 11 ജില്ലകളിൽ റെഡ് അലർട്ട്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പറഞ്ഞത് മറന്നോ പൊതുമരാമത്ത് മന്ത്രി? കേരളത്തിൽ സ്വദേശ് ദർശൻ പദ്ധതിയിൽ മെല്ലെപ്പോക്ക്. തലശ്ശേരി വർക്കല പൈതൃക ടൂറിസം പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുന്നു. സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന മുഹമ്മദ് റിയാസിന്റെ വാക്ക് പാഴ്വാക്കായി. ജനം ബ്രേക്കിംഗ്. മാനന്തവാടിയിൽ കാണാതായ കുട്ടിക്കായി തിരച്ചിൽ ഊർജിതം. പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളി. പ്രതിക്കായി തിരച്ചിൽ ഊർജിതം. പരിക്കേറ്റ 14 വയസ്സുകാരി ചികിത്സയിൽ. പണപ്പെരുപ്പത്തിലും വിലക്കയറ്റത്തിലും നമ്പർ 1. തുടർച്ചയായ 4ാം മാസവും കേരളം പണപ്പെരുപ്പ നിരക്കിൽ ഒന്നാമത്. വിലക്കയറ്റത്തിൽ പൊള്ളി ഗ്രാമമേഖല. നമുക്ക് ആശങ്കയെ തുടരുന്നത് അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഉയർത്തുന്ന ഭീഷണിയാണ്. അതിൽ പലതും ഇപ്പോൾ തീരത്തടിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം, കരുനാഗപ്പള്ളി, ചെറിയഴീക്കിലും നീണ്ടകരയിലും ചവറയിലുമൊക്കെയാണ് ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്നത്. മറ്റ് തീരങ്ങളിലും കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യതയുണ്ടെന്ന് ജില്ലാ കളക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ പ്രദേശത്ത് നിന്ന് കൂടുതൽ കുടുംബങ്ങളെ ഇന്ന് രാവിലെയോടെ ഒഴിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. മനോജ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. മനോജ്, നേരത്തെ നമ്മൾ രാവിലെ 6:30 മുതൽ തന്നെ അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ നൽകുന്നതാണ്, റിപ്പോർട്ട് നൽകുന്നതാണ്. അവിടെ നാട്ടുകാർ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് അവരെല്ലാവരെയും മാറ്റിയ സാഹചര്യവുമുണ്ട്. നമുക്കറിയാം ഈ കപ്പലിൽ 74ഓളം ഒഴിഞ്ഞ കണ്ടെയ്നറുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകളിൽ പലതും അങ്ങനെ ഒഴിഞ്ഞതാണ് എന്നുള്ളൊരു നിഗമനമുണ്ട്. അത് ഈ കപ്പലിൽ നിന്ന് നേരത്തെ ഒഴിഞ്ഞ് സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകൾ തന്നെയാണോ അതോ അതിൽ രാസവസ്തുക്കൾ കടലിൽ കലർന്നതാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥരും പോലീസും അടക്കമുള്ള സംഘം ഈ കണ്ടെയ്നറുകളുടെയൊക്കെ സമീപത്ത് നിരീക്ഷണവുമായി ഉണ്ടോ? തീർച്ചയായും ഓരോ ഭാഗത്തായും ഉദ്യോഗസ്ഥർ അങ്ങനെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി എത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പരിമളം ഭാഗത്താണ്, അതായത് നീണ്ടകര പരിമളം ഭാഗത്താണ് ഈ കണ്ടെയ്നർ രാവിലെ അടിഞ്ഞിട്ടുള്ളത്. അവിടെയാണ് നിൽക്കുന്നത്. അവിടേക്ക് ആളുകളൊക്കെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ കണ്ടെയ്നറിൻ്റെ ഒരു വശം പൊട്ടിയ ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ പൊട്ടിയതിനാൽ തന്നെ ഇതിനകത്ത് ഒന്നുമില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വിലയിരുത്തിക്കുന്നത്. എങ്കിലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അതിൽ ഏത് തരത്തിലുള്ള വസ്തുവാണ് ഉണ്ടായിരുന്നത് എന്നതിനെപ്പറ്റി കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ ആ കാര്യങ്ങളിലൊക്കെ ഒരു വിലയിരുത്തലുണ്ടാകൂ എന്നുള്ള ഇതാണ് നമ്മളോടൊക്കെ പറയുന്നത്. നേരത്തെ ASP അടക്കം ഇവിടെ എത്തിയിരുന്നു. ASP വ്യക്തമാക്കിയത് ഇവിടേക്ക് ഇത്തരത്തിൽ ഈ നാട്ടുകാരൊക്കെ ഇതിനടുത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നുള്ളതാണ്. കാരണം ഇവരിങ്ങനെ ഇതിനെ അടുത്തേക്ക് പോയാൽ അതിൽ ഏത് തരത്തിലുള്ള വസ്തുവാണ് ഉണ്ടായിരുന്നത് എന്നതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കടലിനുള്ളിൽ വെച്ച് ഇത് ഇത്തരത്തിൽ പൊട്ടി ഉള്ളിലേക്ക് പോയാൽ പോലും അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള അംശങ്ങൾ ഇതിലേക്ക് ഉണ്ടോ എന്നുള്ള കാര്യവുമുണ്ട്. എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലാകെ തന്നെ 8 കണ്ടെയ്നറുകൾ അടിഞ്ഞതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് മദാമാത്തോപ്പിലും അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളി, ചെറിയഴീക്കൽ, അതോടൊപ്പം ഈ പരിമളം, നീണ്ടകര ഭാഗത്തൊക്കെ ഈ കണ്ടെയ്നറുകൾ അടിയുന്നുണ്ട്. അതിൻ്റെയൊക്കെ കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇനിയും കണ്ടെയ്നറുകൾ അങ്ങനെ ഒഴുകി നടക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ ഭാഗത്തേക്ക് കൂടുതലായി അടിയുവാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തി വരികയാണ്. ഈ ആലപ്പുഴ തീരത്തേക്കടക്കം കണ്ടെയ്നറുകൾ വരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ് കൂടുതലായും ഈ കണ്ടെയ്നറുകൾ അടിയുവാൻ സാധ്യത. അതായത് 100ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, കൂടുതൽ കണക്കുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത്രയും കണ്ടെയ്നറുകൾ ഈ കടലിലൊക്കെ തന്നെ ഒഴുകി നടക്കുകയാണ്. അതൊക്കെ തന്നെ ഏതൊക്കെ ഭാഗത്തേക്കാണ് വരിക എന്നുള്ള ഒരു ആശങ്ക
നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കൃത്യമായും തീരദേശ ജനങ്ങൾക്ക് ഈ ഒരു നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ്. ഈ കണ്ടെയ്നറുകൾ എത്തുമ്പോൾ അതിൽ തുടരുത് എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ അടുത്തേക്ക് പോകരുത് എന്നുള്ള കാര്യമൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ജനങ്ങളൊക്കെ തന്നെ ആദ്യം ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ വരുന്നതനുസരിച്ച് ആളുകളൊക്കെ തന്നെ അതിനടുത്തേക്ക് പോകുന്നത് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമാണെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. നേരത്തെ പോലീസിനെ വിന്യസിച്ചിരുന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഈ പരിമണം ഭാഗത്തുള്ള കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നർ അങ്ങനെ ഒന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് പുറമേ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതായത് 3 കണ്ടെയ്നറുകൾ അടങ്ങിയ ഒരു സെറ്റാണ് ഇവിടെ വന്ന് അടിഞ്ഞിരുന്നത്. ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക്, അതായത് സമീപ പ്രദേശങ്ങളിലേക്ക് തന്നെ മറ്റ് കണ്ടെയ്നറുകൾ അടിയുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. നാട്ടുകാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തി ഇതൊക്കെ കൂടുതലായും വീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ടെങ്കിലും അത് നാട്ടുകാർ ഇങ്ങനെ എത്തുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥരടക്കം പങ്കുവച്ചിരുന്നു. എന്നാലും സുരക്ഷ എല്ലാ ഭാഗത്തും ശക്തമാക്കണമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ ഇനിയും ഒഴുകിയെത്തിയേക്കാം. കാലി കണ്ടെയ്നറുകൾ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെയും പറയുന്നത്. അതായത് ഈ കണ്ടെയ്നറുകളൊക്കെ കടൽഭിത്തിയിൽ വന്ന് ഇടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കടലിൽ വെച്ച് തന്നെ ഈ വസ്തുക്കളൊക്കെ അതിനുള്ളിലേക്ക് പോയിട്ടുണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു അറേബ്യൻ കടലിലുള്ള ഈ ചരക്ക് കപ്പൽ, അതായത് അറബിക്കടലിൽ മുങ്ങിയിട്ടുള്ള ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കൊല്ലം തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്നത്. ഈ കൊല്ലം തീരത്തേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഈ നീണ്ടകര, അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളി ഭാഗത്തൂടെ പോകുന്ന നിരവധി സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ വന്ന് അടിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്ക് എത്തുന്നവർക്കും ഇതൊരു ആശങ്കയാണ്. കാരണം ഈ പൊട്ടിയിട്ടുള്ള കണ്ടെയ്നറുകൾ അത് നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും. ഈ പൊട്ടിയിട്ടുണ്ട്, ഉള്ളിൽ ഏത് തരത്തിലുള്ള വസ്തുക്കളാണ് ഉണ്ടായിരുന്നതിനെ പറ്റിയിട്ടൊക്കെ പരിശോധന നടത്തണം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തി മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോസ്റ്റൽ പോലീസ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നിരീക്ഷണം നടത്തി വന്നിരുന്നു. ഈ മേഖലകളിലൊക്കെ വരുന്ന കണ്ടെയ്നറുകൾ അത് ഏത് തരത്തിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഏത് കരയിലേക്കായിരിക്കും അടിയുക എന്നതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചെറിയഴിക്കലാണ് ആദ്യമായി ഈ കണ്ടെയ്നർ എത്തിയത്. അവിടേക്ക് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം, അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വിദഗ്ധർ, പോലീസ്, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും പരിശോധന നടത്തി അവിടെയുള്ള 5 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു രാത്രി തന്നെ. പിന്നീടാണ് രാവിലെയോടുകൂടി കൂടുതൽ പേർക്ക് നിർദ്ദേശം നൽകി. ഇപ്പോൾ ഈ ഭാഗത്തേക്കും ഇങ്ങനെ, അതായത് ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അപകടകരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും സംഭവം കണ്ടു കഴിഞ്ഞാൽ ആളുകളെ അവിടെ നിന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകി മാറ്റുമെന്നാണ്. ഇപ്പോൾ ഈ തിര ശക്തി ആർജിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ദിവസങ്ങളായി തന്നെ കടൽ പ്രക്ഷുബ്ധമാണ്. അപ്പോൾ ഈ കണ്ടെയ്നറുകളൊക്കെ വന്ന് കരയിലേക്ക് അടിക്കുന്ന ഒരു സാഹചര്യം, ആ ശബ്ദം കേട്ടുകൊണ്ടാണ് നാട്ടുകാരൊക്കെയും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. രാവിലെ നമ്മളോട് പറഞ്ഞവർ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഈ ശബ്ദം കേട്ടിട്ട് ആദ്യം എന്താണ് വന്ന് ഇടിക്കുന്നതെന്ന് നോക്കാൻ വന്നപ്പോഴാണ് ഈ കണ്ടെയ്നർ കണ്ടത്. പിന്നീട് ഈ അവർ വാർത്താമാധ്യമങ്ങളിലൊക്കെ കണ്ട ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ഈ വിവരം അറിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ തോപ്പിൽ ഭാഗത്തും, അതായത് മദാമ തോപ്പിൽ ബീച്ചിലടക്കം ഈ കണ്ടെയ്നറുകൾ എത്തി എന്നുള്ള വിവരം പിന്നീടാണ് ലഭിക്കുന്നത്. അപ്പോൾ അവിടേക്കും ഇത്തരത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരൊക്കെ ഈ സംഭവം കാണുന്നു. പിന്നീട് നേരെ ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിക്കുന്നു. ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്ന സാഹചര്യം. എന്തായാലും ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വിദഗ്ധർ ആദ്യഘട്ടത്തിൽ എത്തിയിരുന്നു. പ്രാഥമിക പരിശോധന നടത്തിയതിൽ ഈ കണ്ടെയ്നർ ശൂന്യമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇത്തരത്തിൽ ശൂന്യമായിട്ടുള്ള കണ്ടെയ്നറുകളാണ് ഓരോ സ്ഥലത്തേക്കും എത്തുന്നത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ കണ്ടെയ്നറുകൾ ഒഴുകി ഈ മേഖലയിലേക്ക് എത്തുമെന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ തീരത്തേക്ക് അടിയുവാനുള്ള സാഹചര്യമാണ് കൂടുതലായി ഉള്ളതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒഴുകി നടക്കുകയാണ്. എത്ര എണ്ണം എന്നുള്ള കാര്യത്തിൽ അതിൽ കൃത്യതയില്ല. അതായത് ഈ കരയ്ക്ക് അടിഞ്ഞ വിവരം ലഭിച്ച് അതൊരു 8 എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പക്ഷേ കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ, ഈ ഭാഗത്തേക്ക് എത്തുന്ന കണ്ടെയ്നറുകൾ എത്രയാണെന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അതിനുള്ള സാഹചര്യം ഏറെയാണ്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ കഴിഞ്ഞ ദിവസം പോയിരുന്നില്ല, കടലിലേക്ക് പോയിരുന്നില്ല. കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്ക ഒഴിവായി എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ രാവിലെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ തന്നെ പിന്നീട് തിരിച്ച് വീടുകളിലേക്ക് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നവരാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേട്ടാ, ഈ വിവരം അറിഞ്ഞ് എത്തിയതാണോ? അപ്പോൾ ഈ കണ്ടെയ്നറുകൾ
കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ ഒരു അസാന്നിധ്യം അത് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് വീണ്ടും ഈ ഭാഗങ്ങളിലേക്ക് ശക്തമാക്കണമെന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ കൂടുതലായും നാട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഈ കണ്ടെയ്നർ ഇവിടെ താമസിക്കുന്നതാണോ? അടുത്തുള്ള രാവിലെ അറിഞ്ഞത് ആള് 3 മണി പറഞ്ഞു. ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചറിയിച്ചു. പഞ്ചായത്ത് മെമ്പറെല്ലാം വിളിച്ചു. 112. കൂടുതലായിട്ടും ഇങ്ങോട്ട് കണ്ടെയ്നർ വരാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും അറിഞ്ഞ വന്നോണ്ടിരിക്കുന്നത് വന്നണിയുന്നുണ്ടല്ലേ? എത്ര പടിഞ്ഞാറ് അടിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ മുട്ടിൻ്റെ എത്ര അടിഞ്ഞിട്ടുണ്ട്. എത്ര എത്ര ഇവിടെ 6 അടിഞ്ഞെന്നാ പറയുന്നത്. അല്ല മൊത്തം എത്ര? മൊത്തം ജില്ലയിൽ 8 കണ്ടെയ്നർ അടിഞ്ഞെന്നാണ് ഇപ്പം. മൊത്തം 650 പറയുന്നത്. മൊത്തം എന്തായാലും കടലിൽ നിന്ന് ഒഴുകി ഇങ്ങോട്ടേക്ക് എത്താനുള്ള കാറ്റ് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് വരത്തുള്ളൂ. കാറ്റ് ഇങ്ങോട്ട് നിന്നാലും ഓളം ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ട് തന്നെ വരത്തുള്ളൂ മൊത്തം. തീർച്ചയായും അത് തന്നെയാണ് അവരൊക്കെ വ്യക്തമാക്കുന്നത്. അതായത് കാറ്റ് ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ കടൽ കയറി കിടക്കില്ലേ? ഇങ്ങോട്ടല്ലേ മാരി? ഏത് മാരി വന്നാലും ഇങ്ങോട്ടല്ലേ വരത്തുള്ളൂ, കിഴക്കോട്ടല്ലേ വരത്തുള്ളൂ. അങ്ങോട്ട് പോകത്തില്ലല്ലോ മാരി. അതുകൊണ്ട് മാരി അനുസരിച്ച് ഇങ്ങോട്ട് വരത്തുള്ളൂ. അങ്ങനെ കണ്ടെയ്നർ ഒഴുക്ക് അനുസരിച്ച് അങ്ങോട്ട് വരുന്നത്. അതുതന്നെയാണ് ഒഴുക്കനുസരിച്ച് കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും കാറ്റും ശക്തമാവുകയാണ്. കാറ്റിനനുസരിച്ച് ഈ കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് എത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ശരി മനോജ്, വീണ്ടും ദൃശ്യങ്ങളിൽ കാണാം നാട്ടുകാർ വീണ്ടും അതിന് മുകളിൽ സംരക്ഷണ ഭിത്തിക്ക് മുകളിൽ കയറി നിൽക്കുന്നതൊക്കെ. ഏതായാലും പോലീസിൻ്റെ സാന്നിധ്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് മാത്രമാണ്. നാട്ടുകാരെ അവിടെ നിന്ന് മാറ്റുന്നു, വീണ്ടും നാട്ടുകാർ വരുന്നു തുടങ്ങിയുള്ള സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ വന്നു, നോക്കി, തിരിച്ചുപോയി എന്ന്. കണ്ണൂരിൽ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടം. നെടുംപൊയിലിൽ വീടിന് മുകളിൽ മരം വീണ 3 പേർക്ക് പരിക്കേറ്റു. എളയാവൂരിൽ വീടിൻ്റെ മേൽക്കൂര പറന്നുപോയി. ജില്ലയിൽ പലയിടങ്ങളിലും മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട്. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, തുടക്കത്തിൽ തന്നെ റെഡ് അലേർട്ട് നിലനിന്നിരുന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ല. ഇന്നലെയും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. വിവരങ്ങൾ എന്താണ്? ഇന്നലെ രാത്രി കണ്ണൂരിൽ തുടങ്ങിയ മഴയാണ്. ആ മഴ ഇതുവരെ തോർന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പലയിടത്തും ഈ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ നെടുംപൊയിലിൽ വീടിന് മുകളിൽ മരം വീണ് 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഷിജു, ഭാര്യ വത്സല, മകൾ സ്നേഹ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പേരെയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കണ്ണൂർ എളയാവൂരിൽ കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയോടെ അതിഭീകരമായ കാറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാറ്റിൽ 4 വീടുകളുടെ മേൽക്കൂര പറന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരു വീടിന്റെ മേൽക്കൂരയും മറ്റ് 3 വീടുകളുടെ റൂഫിംഗ് ഷീറ്റുമാണ് പറന്നുപോയത്. ഏതാണ്ട് 500 മീറ്റർ അകലേക്കാണ് ഈ ഒരു റൂഫിംഗ് ഷീറ്റ് പറന്നുപോയതെന്ന് ഓർക്കുമ്പോൾ അതിന്റെ ഈ കാറ്റിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഈ ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ പൊട്ടി വീണ വൈദ്യുതി മുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ തൊട്ട് തന്നെ കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ പല മേഖലയിലും വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഈ വൈദ്യുതി വകുപ്പിലെ ജീവനക്കാർ ഉൾപ്പെടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഏതായാലും ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായ അതേ ബുദ്ധിമുട്ട് ഇത്തവണയും ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് തെളിയുന്നത്. ഏതായാലും മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ് വീണ. ഓക്കെ, ശരി മിഥുൻ. ഇടുക്കി അടിമാലി രാജാക്കാട് പൊന്മുടി ഭാഗത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം മരം മുറിച്ചു മാറ്റി. നേര്യമംഗലം റാണിക്കലിൽ മരം വീണ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മറ്റു ചില വാർത്തകളിലേക്ക് പോകുമ്പോൾ പ്രധാന വാർത്തകളുടെ തലക്കെട്ടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പണപ്പെരുപ്പ നിരക്കുമായി ബന്ധപ്പെട്ട് ഉള്ള റിപ്പോർട്ട്. ഏപ്രിൽ മാസത്തിലും രാജ്യത്ത് 1ാമത് കേരളമാണ്. ദേശീയ ശരാശരി 3.16% മാത്രമുള്ളപ്പോൾ കേരളത്തിൽ പണപ്പെരുപ്പം 5.94%. കേരളത്തിൽ ഈ വിലക്കയറ്റവും പണപ്പെരുപ്പവും കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ കണക്കിൽ വ്യക്തമാകുന്നു. ജനം ബ്രേക്കിംഗ്. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, തുടർച്ചയായി ഇങ്ങനെ മുന്നിലോടുകയാണ്. നമുക്കറിയാം പല കാര്യങ്ങളിലും കേരളം അവകാശപ്പെടുന്നത് ഞങ്ങൾ ദേശീയ ശരാശരിയേക്കാൾ മുന്നിലോടുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഈ പണപ്പെരുപ്പ നിരക്കിലായാലും മുന്നിലോടുക തന്നെയാണ്. പക്ഷേ ഫലത്തിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
ടിൻഡു കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ വലിയ കണക്കുകളാണ് നമ്മൾ എപ്പോഴും പറയാറ്. കേരളം എല്ലാത്തിലും മുന്നിലാണ് എന്നുള്ളത്. എല്ലാ കണക്കുകളും മുന്നിലെന്ന് പറയുമ്പോൾ പണപ്പെരുപ്പ നിരക്കിലും മുന്നിൽ നിൽക്കുമ്പോൾ പക്ഷേ അത് സാമ്പത്തിക സന്തുലിതാവസ്ഥയെ എത്രത്തോളം ബാധിക്കുന്നു എന്നത് ആശങ്കാജനകമാണ്. വീണ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിൽ പണപ്പെരുപ്പ നിരക്കിലും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മാറി കടന്ന് മുന്നോട്ട് പോവുകയാണ് കേരളം. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ 5.94% സംസ്ഥാനത്തെ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ദേശീയ ശരാശരി 3.16% മാത്രം ഒതുങ്ങുമ്പോഴാണ് സംസ്ഥാനത്ത് 5.94% എന്ന തോതിൽ പണപ്പെരുപ്പത്തിന്റെ തോത് വർദ്ധിക്കുന്നത്. 50 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള പ്രധാന സംസ്ഥാനങ്ങളിലെ പണപ്പെരുപ്പ നിരക്കിലാണ് കേരളം ഒന്നാമതായിട്ട് നിലകൊള്ളുന്നത്. 2025 ജനുവരിയിൽ 6.76, ഫെബ്രുവരിയിൽ 7.31, മാർച്ചിൽ 6.59 എന്നിങ്ങനെയാണ് അടുത്ത കാലത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടിയ ശരാശരി പണപ്പെരുപ്പ നിരക്ക് രേഖപ്പെടുത്തിയതും കേരളത്തിൽ തന്നെയെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള കണക്കെടുപ്പിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 5.88% ശരാശരി പണപ്പെരുപ്പമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ ശരാശരിയിൽ 4.51 നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഈ പണപ്പെരുപ്പത്തിന്റെ തോത് 5.5 കൂടുതൽ നിൽക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. പ്രാദേശിക ഉൽപാദനം കുറയുന്നതും ഉൽപാദന ചെലവുകളുടെ വർധനവ്, ഭക്ഷ്യവസ്തുക്കളുടെ ഇന്ധനത്തിന്റെ നിരക്ക് വർധനവ് തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് സംസ്ഥാനത്തെ പണപ്പെരുപ്പം വർദ്ധിക്കുന്നത് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന കാര്യം. നഗരമേഖലകളെക്കാളും ഗ്രാമീണ മേഖലയിലാണ് വിലക്കയറ്റവും പണപ്പെരുപ്പവും കൂടുതലെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വീണ, ഓക്കെ, ശരി ടിൻഡു. ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. നമുക്ക് അവരുടെ ഒരുക്കങ്ങളിലേക്കാണ് പോകേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപോലെ ആശങ്കയുണ്ട് ഇടത് വലത് ക്യാമ്പുകളിൽ. പ്രശാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, വളരെ പെട്ടെന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഒരു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഒരു വശത്ത്, അതേസമയം വളരെ പെട്ടെന്ന് ഈ ഒരുക്കങ്ങളിലേക്കൊക്കെ കടക്കേണ്ട സാഹചര്യം സംസ്ഥാനത്താകട്ടെ. കാലവർഷം വലിയ രീതിയിൽ നിൽക്കുകയാണ്. അതേസമയം വിജ്ഞാപനം ഇന്ന് ഇറങ്ങും. തുടർന്ന് പെട്ടെന്ന് തന്നെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവുമായി മുന്നോട്ട് പോകാം. അപ്പോൾ രണ്ട് ക്യാമ്പുകളിലും വലിയ ആശങ്കയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം വലിയ ആത്മവിശ്വാസത്തിൽ BJP മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ആണ് ഏറ്റവും പ്രധാനം. എന്തൊക്കെ വിവരങ്ങൾ? വീണ, വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഒരു സെമി ഫൈനൽ എന്ന നിലയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മുന്നൊരുക്കങ്ങൾ മുന്നണികളെല്ലാം സ്വീകരിക്കുന്നുമുണ്ട്. നിലവിൽ ഇടതുമുന്നണിയായാലും ശരി, UDF ആയാലും ശരി, ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം മാത്രം നിൽക്കുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിലവിലെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അൻവർ ഈ പാർട്ടിയിൽ നിന്നും ഇടതുമുന്നണി വിട്ടുവന്ന അൻവർ UDFിലേക്ക് എത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതിൽ അമർഷമുള്ള അല്ലെങ്കിൽ അൻവറിൻ്റെ വരവിൽ അമർഷമുള്ള ഒരു മറ്റം നേതാക്കൾ അവിടെ ഉണ്ട്. മാത്രമല്ല UDFിലുണ്ട്. അതോടൊപ്പം തന്നെ പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ, പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്ത കാര്യങ്ങളടക്കം പാർട്ടിയിൽ ഇപ്പോൾ ചില ഭിന്നാഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത് പാർട്ടിയെ വെട്ടിലാക്കുന്ന സാഹചര്യമുണ്ട്. പ്രവർത്തകർക്കിടയിലെ അമർഷം, ഇതെല്ലാം ഈ പ്രവർത്തനങ്ങളെ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ, അതായത് ഇനി അധികം സമയമില്ല, ദിവസങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും തെരഞ്ഞെടുപ്പിനുമെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട സമയമാണ് പാർട്ടികൾക്കുള്ളത്. ആ സാഹചര്യത്തിലാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ പ്രവർത്തകർക്കിടയിലെ അമർഷവും ആഭ്യന്തര പ്രശ്നങ്ങളുമെല്ലാം ഒരു തിരിച്ചടിയാകാനും വെല്ലുവിളിയാകാനുമുള്ളൊരു സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ പലരും പരസ്യമായി തന്നെ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിരുന്നു അൻവറിൻ്റെ മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ ജാഗ്രതയോടെ വേണം കൈകാര്യം ചെയ്യേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ മുന്നണിയിലേക്ക് എത്തുന്നൊരു സാഹചര്യമാണ് അൻവർ ഇപ്പോൾ ഉള്ളത്. അത് നിലവിൽ അതൊരു ഏത് രീതിയിൽ അത്
എത്തും അല്ലെങ്കിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നടക്കമുള്ളവ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. മാത്രമല്ല അൻവർ ആദ്യം മത്സരിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാലും ആര്യാടൻ ഷൗക്കത്തിൻ്റെ മണ്ഡലം കൂടിയായിരുന്നു ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെയാണ് 2016 ആദ്യമായി അൻവർ വിജയിച്ച് MLA ആയി വിജയിച്ചു വന്നത്. തുടർന്ന് 2 തവണ ആ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു. ആര്യാടൻ ഷൗക്കത്തിന് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ ഉയർത്തുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഈ മുന്നണി പ്രവേശനം വന്നതിന് പിന്നാലെ അൻവർ മത്സരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ടായിരുന്നാൽ ഇതിനെ തള്ളി അൻവറും രംഗത്ത് വരികയും ചെയ്തില്ലെങ്കിൽ പോലും ഏത് രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കുന്നതടക്കം UDF സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നത്. മാത്രമല്ല വലിയ പ്രതിസന്ധിയും ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ LDF കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുഴുവനും LDF പ്രതികൂലമാണ്. ഒന്ന്, ഈ PV അൻവർ അവിടെ നിന്നും മുന്നണി വിട്ട് പോയത് അടക്കമുള്ള കാര്യങ്ങൾ, അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം അവിശ്വാസ പ്രമേയങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു നിലമ്പൂരിൽ. അതിന് പിന്നാലെ അൻവറിൻ്റെ മുന്നണി വിട്ടു പോയതിനു ശേഷം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ CPM-ലെ നിലവിലെ അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ ഒരു നിലപാടെന്നത് സംസ്ഥാന വ്യാപകമായി ഉണ്ട്. ഈ കൊട്ടിഘോഷിച്ച് നടക്കുന്ന വാർഷികാഘോഷങ്ങൾ ആ വാർഷികാഘോഷങ്ങളിൽ പാർട്ടി പ്രവർത്തകരെ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഭരണവിരുദ്ധ തരംഗം വലിയ രീതിയിൽ സംസ്ഥാനത്ത് വ്യാപിക്കുന്നൊരു സാഹചര്യമുണ്ട്. പലരും ഇത് വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളിലും അമിതമായ വിലക്കയറ്റം, മാത്രമല്ല മറ്റ് ആശാസമരങ്ങൾ പോലുള്ള സമരങ്ങളിലും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതും എല്ലാം ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് നിലയിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയം ഉണ്ടാകുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ CPM-നും ആശങ്കയുണ്ട്. കാരണം ഇനി മാസങ്ങൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനത്തിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലുള്ളത്. ഈ വർഷം ഒരു ഓഗസ്റ്റ് മാസത്തോടുകൂടി അതിലേക്ക് മുന്നണികളെല്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അഭിമാന പോരാട്ടം കൂടിയായിരിക്കും ഈ മുന്നണികൾക്കുള്ളത്. അതോടൊപ്പം തന്നെ ഒരു സെമിഫൈനൽ എന്ന നിലയിലാണ് ഇവർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. ഇതേ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും വലിയ ആത്മവിശ്വാസം BJPക്കുമുണ്ട്. അതിൽ സ്ഥാനാർത്ഥി നിർത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുമോ എന്നതടക്കമുള്ളവ നോക്കിക്കാണേണ്ടിയിരിക്കുന്നെങ്കിൽ പോലും ഈ പ്രദേശങ്ങളിലെല്ലാം BJPയും പ്രവർത്തനം ശക്തമാക്കാൻ ഒരുങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെ NDA വൈസ് ചെയർമാൻ പറയുകയുണ്ടായി. കാരണം ശക്തമായ രീതിയിലൊരു പ്രചരണം BJP സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിലടക്കം ഈ പ്രവർത്തനങ്ങൾ വ്യാപിക്കുകയും വിവിധ ജില്ലകളിലടക്കം പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ക്യാമ്പയിൻ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടൊരു വലിയ ക്യാമ്പയിൻ BJP നടത്താനൊരുങ്ങുകയാണ്. എന്തായാലും തലസ്ഥാനം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും എല്ലാ പാർട്ടികൾക്കും, ഇരു മുന്നണികൾക്കും, കോൺഗ്രസിനും അതോടൊപ്പം തന്നെ CPM-നും വലിയ അഭിമാന പോരാട്ടം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും കണക്കിലെടുത്തുകൊണ്ട് വലിയ പോരാട്ടത്തിന് തന്നെയാണ് മുന്നണികളും ഒരുങ്ങുന്നത്. ശരി പ്രശാന്ത്. സംസ്ഥാനത്ത് കേന്ദ്ര പദ്ധതിയായ സ്വദേശ് ദർശൻ നടപ്പിലാക്കുന്നതിൽ മെല്ലെപ്പോക്ക്. വർക്കല, ദക്ഷിണകാശി, തലശ്ശേരി സ്പിരിച്വൽ നെക്സസ് അടക്കമുള്ള പദ്ധതികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. പദ്ധതികൾക്കായി എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ച് കേന്ദ്ര അനുമതി ലഭിച്ച് 14 മാസം കഴിഞ്ഞു. പദ്ധതികൾ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് 10 മാസങ്ങൾ മാത്രമാണ്. ജനം ബ്രേക്കിംഗ്. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, കേന്ദ്ര പദ്ധതിയാണ് സ്വദേശ് ദർശൻ. അതിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോവുകയും അതേസമയം പിന്നീട് അങ്ങോട്ട് സംസ്ഥാനം നടപ്പാക്കേണ്ട പലതും ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യവും, വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ആത്മീയ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി കേന്ദ്രം രൂപകൽപ്പന ചെയ്തത്. സ്വദേശ് ദർശൻ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടും 14 മാസങ്ങൾ കഴിയുമ്പോഴും പദ്ധതി നടത്തിപ്പ് മെല്ലെ പോകുന്നു എന്ന വിവരമാണ് ജനം TV ഈ മണിക്കൂറിൽ ബ്രേക്ക് ചെയ്യുന്നത്. പദ്ധതിക്കായിട്ട് എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ചത് കേന്ദ്രാനുമതി ലഭിച്ച് 4 മാസം കഴിഞ്ഞാണ്. അതോടൊപ്പം തന്നെ വർക്കല, ദക്ഷിണകാശി, തലശ്ശേരി സ്പിരിച്വൽ നെക്സസ് അടക്കമുള്ള പദ്ധതികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
ഭാരതത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ മാലയിലെ മുത്തുപോലെ കോർത്ത് ഉത്തരവാദിത്ത ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമാക്കുക സ്വദേശ ദർശൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ അനുവദിച്ചത് ഏതാണ്ട് 50 കോടിയോളം രൂപയാണ്. 2024 മാർച്ച് 6-നാണ് ഈ പദ്ധതിക്കായിട്ട് തുക അനുവദിക്കുന്നത്. 2 പദ്ധതികൾക്കുമായിട്ട് തുക അനുവദിച്ച് 14 മാസങ്ങൾ പിന്നിടുമ്പോഴും അത് ആകെ സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കുക എന്ന് മാത്രമാണ്. വർക്കല, ദക്ഷിണകാശി, തലശ്ശേരി സ്പിരിച്വൽ നെക്സസ് എന്നിവയെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശം നൽകുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വർക്കലയ്ക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തലശ്ശേരി നെക്സസിനും ഇടയിലായിട്ട് വരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടുള്ളൊരു പദ്ധതിയായിരിക്കും നടപ്പിലാക്കുക. അത് വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ഈ ആത്മീയ പദ്ധതിയിൽ പങ്കെടുക്കാനും സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒരുപക്ഷെ ഭാരതത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ടൂറിസവും ആയുർവേദ ടൂറിസവുമാണ് ഏറ്റവും കൂടുതൽ വരുമാനം കണ്ടെത്താനായി സാധിക്കുന്നത് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അതൊരു പ്രചരണ തന്ത്രമായിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു വരുമാനം ലഭിക്കാവുന്ന ഒരു പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഇഴഞ്ഞു നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പദ്ധതി നടപ്പിലാക്കാനായിട്ട് നിർദ്ദേശം നൽകി 14 മാസങ്ങൾ പിന്നിടുമ്പോഴും ആ പദ്ധതി നടത്തിപ്പിനായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പദ്ധതി പൂർത്തീകരണം 2026 മാർച്ച് 31-നകം സാധ്യമാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇനി സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ബാക്കിയുള്ളത് 10 മാസം മാത്രമാണ്. എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കാനുള്ള സർക്കാർ ഉത്തരവിലും ഇക്കാര്യം പറയുന്നുണ്ടെന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. ടൂറിസം രംഗത്ത് സമാന കാലയളവിൽ പൂർത്തിയാക്കേണ്ട മറ്റു പദ്ധതികളുടെ ഭരണാനുമതി നൽകേണ്ട ഉത്തരവാദിത്വം എംപവേർഡ് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവാദിത്വം കൂടി എംപവേർഡ് കമ്മിറ്റിക്ക് വരുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള കാലതാമസം, സമയതാമസം ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ 50 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി വരുമാനം ലഭ്യമാക്കേണ്ട പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഇഴഞ്ഞു നീങ്ങുന്നത്. വീണ. ഓക്കെ, ശരി ടിൻഡു. അങ്ങനെ മറ്റൊരു പദ്ധതി കൂടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം കരുവന്നൂർ കള്ളപ്പണക്കേസിൽ 2ാം ഘട്ട കുറ്റപത്രം ഇന്ന് സമർപ്പിച്ചേക്കും. നിയമവിദഗ്ധരുടെ കൂടി പരിശോധനയ്ക്ക് ശേഷമാണ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത്. കള്ളപ്പണ ഇടപാടിൽ പങ്കുപറ്റിയ CPM-ഉം കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടും. കരൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. രേഷ്മ ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, വിവരങ്ങൾ എന്താണ്? എപ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കുക? വീണ, കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ 2ാം ഘട്ട കുറ്റപത്രം ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. നേരത്തെ തന്നെ ഏപ്രിൽ അവസാനത്തോടെ ഈ കുറ്റപത്രത്തിന്റെ അന്തിമ രൂപമാവുകയും പിന്നീട് നിയമവിദഗ്ധരുടെ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രം തന്നെയാകും ഇത്തവണ സമർപ്പിക്കുക. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് CPM പാർട്ടിയുടെ അടക്കം ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ CPM പാർട്ടി അടക്കം പ്രതിയാക്കപ്പെടുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. 2ാം ഘട്ട കുറ്റപത്രത്തിൽ 30ഓളം പ്രതികൾ ഉണ്ടാകും. ആദ്യഘട്ട കുറ്റപത്രത്തിൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 55 പ്രതികളാണ് ഉണ്ടായിരുന്നത്. CPM-ന്റെ തന്നെ 77 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP, MM വർഗീസ് തുടങ്ങിയ CPM-ന്റെ പ്രമുഖ നേതാക്കളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആദ്യഘട്ട കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട സതീഷ്, അതായത് മുഖ്യ ആസൂത്രകനായിട്ടുള്ള സതീഷ് കുമാർ, PP കിരൺ, അതോടൊപ്പം തന്നെ CK ജിൽസ് ഉൾപ്പെടെയായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. 2ാം ഘട്ട കുറ്റപത്രത്തിൽ CPM-നെ സംബന്ധിച്ച് വളരെ പ്രതിരോധത്തിലാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം, പല വെളിപ്പെടുത്തലുകളും ഉണ്ടാകാം. പ്രത്യേകിച്ച് ഈ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമുള്ള അന്വേഷണത്തിൽ CPM പണം കൈപ്പറ്റി, അതായത് ഈ കള്ളപ്പണത്തിന്റെ പങ്ക് അത് കൈപ്പറ്റി ബാങ്കിൽ നിക്ഷേപിച്ച വിവരങ്ങൾ, അതുകൂടാതെ തന്നെ ഈ കരുവന്നൂർ ബാങ്ക് കേന്ദ്രീകരിച്ച് നടത്തിയ രഹസ്യ സ്വഭാവത്തോടെ നടത്തിയ ഇടപാടുകൾ, അവിടുത്തെ പാർട്ടിയുടെ അക്കൗണ്ടുകൾ, ഇതടക്കമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ വിശദാംശങ്ങൾ അടക്കം ചേർത്തുകൊണ്ടായിരിക്കും ഈ അന്തിമ കുറ്റപത്രം അല്ലെങ്കിൽ 2ാം ഘട്ട കുറ്റപത്രത്തിൽ അതിന്റെ വിശദാംശങ്ങളും വിവരങ്ങളും സമർപ്പിക്കുക. എന്തായാലും ഇന്ന് തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. കല്ലൂർ PMLA കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ 55 പ്രതികൾ ഉണ്ടായിരുന്നു. 2ാം ഘട്ടത്തിൽ CPM പാർട്ടി ഉൾപ്പെടെ CPM-ന്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ 30 പ്രതികൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. വീണ. ഓക്കെ, ശരി രേഷ്മ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ 77,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. ദാഹോദിലും ഭുജിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കും. ഗൗതം അനന്തനാരായണൻ വിവരങ്ങൾ നൽകും. ഗൗതം, വിവരങ്ങൾ എന്താണ്? വീണ, 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി തന്റെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലേക്ക് ഇന്ന് എത്തുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം 2 പൊതുപരിപാടികളിലാണ് പ്രധാനമായും പങ്കെടുക്കുന്നത്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദാഹോദിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിപാടി നടക്കുന്നത്. ദാഹോദിൽ ഏതാണ്ട് 24,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടിയിൽ കർമ്മം അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കും. അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞാണ് ഭുജിലേക്ക് പോകുന്നത്. ഭുജിൽ 53,400 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെയും പൊതുസമ്മേളനമായിട്ടുണ്ട്. അവിടെയും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം രാത്രിയോടുകൂടി ഗുജറാത്ത് തലസ്ഥാനമായ ഗാന്ധിനഗറിലേക്ക് പ്രധാനമന്ത്രി എത്തും. നാളെ രാവിലെ 11-ന് ഗുജറാത്ത് നഗര വളർച്ചാ ഗാഥയുടെ 20ാം വാർഷികാഘോഷ പരിപാടി നാളെ ഗാന്ധിനഗറിൽ നടക്കുന്നുണ്ട്. അതിലും പങ്കെടുത്തതിന് ശേഷമാകും അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് എത്തുക. ഇത്തരത്തിൽ 2 ദിവസത്തെ പൊതുപരിപാടികൾക്കായാണ് ഗുജറാത്തിലേക്ക് പ്രധാനമന്ത്രി ഇന്ന് പോകുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം. യുക്രൈനെതിരെ തുടർച്ചയായി ആക്രമണം നടത്തുന്ന റഷ്യൻ നിലപാട് അംഗീകരിക്കാനാകില്ല എന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തുടർച്ചയായി റഷ്യ നടത്തുന്ന ആക്രമണത്തെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. വെടിനിർത്തൽ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ അതിശക്തമായ ആക്രമണം റഷ്യ തുടരുകയാണ്. അമേരിക്ക അപലപിക്കാത്തതാണ് റഷ്യ ആക്രമണങ്ങൾ തുടരാൻ കാരണമെന്ന് വോളോഡിമർ സെലൻസ്കി പറഞ്ഞിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. ഐസൺ ജോസിലേക്കാണ് നമ്മൾ പോകേണ്ടത്. യുക്രൈനെതിരെ തുടർച്ചയായി ആക്രമണം, അതായത് ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നു, അതേസമയം മറ്റൊരു വശത്ത് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ റഷ്യൻ നിലപാടിനെതിരെയാണ് ഇപ്പോൾ അമേരിക്ക ആവർത്തിച്ച് അംഗീകരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് വോളോഡിമർ സെലൻസ്കി ആവശ്യപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. ഐസണിലേക്ക് പോകാം. ഐസൺ, എന്താണ് അമേരിക്കയുടെ നിലപാട് ഈ വിഷയത്തിൽ? ഇക്കാര്യത്തിൽ അമേരിക്ക വളരെ സുചിന്തിതമായൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. അത് എക്സിൽ അദ്ദേഹം തൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയയായ ട്രൂത്തിൽ അദ്ദേഹം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ശനിയാഴ്ച മുതൽ നടക്കുന്ന റഷ്യ യുക്രൈനിൽ നടത്തുന്ന ആക്രമണങ്ങൾ, അത് ഡ്രോണുകളും അതുപോലെ തന്നെ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള മിസൈലുകളെല്ലാം തന്നെ പ്രയോഗിച്ച് വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് നടത്തുന്നത്. ഈ ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല, അത് അംഗീകരിക്കാവുന്നതല്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇസ്തംബൂളിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചന തന്നെ വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വയ്ക്കുകയും ആ ഇസ്തംബൂളിലെ ചർച്ചകൾ അവസാനിച്ച ആ നിമിഷം തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ യുക്രൈനിൽ ആക്രമണം നടക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ തുടർച്ചയായ ഒരു ആക്രമണ രീതികൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല വിഷയങ്ങളും അതിലുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. എങ്കിൽ കൂടി ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ കുറെ കൂടി വിശാലമായി നടക്കേണ്ടതുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഈ ആക്രമണം അനുകൂലിക്കാവുന്നൊരു നിലപാടല്ല എന്ന ഒരു കൃത്യമായ പൊസിഷനിൽ അമേരിക്ക എത്തിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. സെലൻസ്കിയും ഇന്നലെ US-ൻ്റെ ആ ഒരു സൈലൻസ് അല്ലെങ്കിൽ അമേരിക്ക പുലർത്തുന്ന ഒരു നിശബ്ദതയാണ് പുടിനെ ഇത്തരത്തിൽ ആക്രമണങ്ങൾക്ക് തുനിയാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊരു നിലപാട് സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത് വന്നതിന് തൊട്ട് പിന്നാലെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഒരു സന്ദേശം എന്ന രീതിയിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പുടിനെ, അതായത് ഈ ആക്രമണങ്ങൾ നിർത്തുകയും യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് കർശനമായൊരു നിലപാട് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. അത് യുക്രൈനുമായുള്ള ചർച്ചകൾ, അതായത് യുക്രൈൻ പ്രസിഡന്റുമായി ചർച്ചകൾ നടത്തിയ ഒരു സാഹചര്യത്തിന് പിന്നാലെ, അതിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മാത്രമല്ല അതിന് തുടർന്ന് യുക്രൈനിൽ നിന്നുള്ള അപൂർവ ധാതുക്കളുടെ ഒരു ധാരണയിലെത്തുകയും ചെയ്തു അമേരിക്ക. ഈ ധാതുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് ലഭ്യമാകുന്ന അല്ലെങ്കിൽ ഖനനത്തിൽ നിന്ന് ലഭ്യമാകുന്ന ലാഭത്തിൻ്റെ പകുതി യുക്രൈൻ്റെ പുനർനിർമ്മാണത്തിനും പകുതി അമേരിക്കയുടെ തന്നെ ആ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിലും നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ പ്രാവർത്തികമാകുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അക്കാര്യത്തിൽ ചില താല്പര്യങ്ങളുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഈ 2 സാഹചര്യങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ കൃത്യമായൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിൽ ഉപരോധങ്ങൾ ഉണ്ടായേക്കും എന്നൊരു നിർബന്ധമായൊരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് റഷ്യക്കെതിരെ ഇനി വന്നേക്കാവുന്ന സാഹചര്യവും തള്ളിക്കളയാനാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്നതിന് പുടിൻ കുറെ കൂടി കാര്യക്ഷമമായി ആദ്യഘട്ടത്തിലുള്ള 30 ദിവസത്തെ വെടിനിർത്തലിലേക്ക് നീങ്ങാനുള്ളൊരു സാഹചര്യം ഒരുങ്ങാനുമുള്ള പശ്ചാത്തലമുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ആഗോള
തലത്തിലെല്ലാം തന്നെ തീർച്ചയായും ഈ റഷ്യയുമായുള്ള ഈ പ്രശ്നം സംഘർഷം അവസാനിപ്പിക്കുന്നതിനെ, യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന സെലൻസ്കിയുടെ പരാതിക്ക് ഇപ്പോൾ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നു. അത് തീർത്തും അഭിലഷണീയമല്ലാത്ത അനഭിലഷണീയമായൊരു കാര്യമാണ് ആക്രമണമെന്ന് വളരെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. ശരിയായി സർ. തൃശൂർ ചാവക്കാട്ട് കടലിൽ നിന്ന് കരയ്ക്കടിഞ്ഞ ഇരുമ്പ് പെട്ടിയിൽ മെഷീൻ ഗണ്ണിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി. തൊട്ടാപ്പ് കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളാണ് ഇരുമ്പ് പെട്ടി കണ്ടത്. മുനയ്ക്കക്കടവ് തീരദേശ പോലീസ് എത്തി പരിശോധന നടത്തി. സാനു കെ സജീവ് ചേരുന്ന വിവരങ്ങളുമായി. സാനു, പരിശോധനയിൽ നിന്ന് വ്യക്തമായത് എന്താണ്? കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു പെട്ടി, അപരിചിതമായിട്ടുള്ള ഒരു പെട്ടി തൊട്ടാപ്പ് കടപ്പുറത്ത് അടിയുന്നത്, തൃശ്ശൂർ ചാവക്കാടുള്ള കടപ്പുറത്ത് അടിയുന്നത്. തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിലാണ് ഇത് ആദ്യം പെടുന്നത്. തുടർന്ന് അവർ ഈ പെട്ടി തുടർന്ന് പരിശോധിച്ച സമയത്താണ് പരിചിതമല്ലാത്ത ഒരു വസ്തു ഇതിൽ നിന്ന് കിട്ടുകയും തുടർന്ന് അവർ തീരദേശ പോലീസിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്തത്. മുനയ്ക്കക്കടവ് തീരദേശ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് MMG വിഭാഗത്തിൽപ്പെടുന്ന ഉഗ്രപ്രഹരശേഷിയുള്ള മിഷ്യൻ യന്ത്രത്തോക്കുകൾ ഉപയോഗിക്കുന്ന ചില ഭാഗങ്ങളാണ് ഈ പെട്ടിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത്. അതായത് വെടിയുണ്ടകൾ ഘടിപ്പിക്കുന്ന ഭാഗത്തെ ഒരു ക്ലിപ്പാണ് ഈ പെട്ടി നിറയെ ഉണ്ടായിരുന്നത്. ഏകദേശം 500-ലധികം ക്ലിപ്പുകൾ ഇത്തരത്തിൽ പെട്ടിയിലുണ്ടായിരുന്നു. തുടർന്ന് ഈ പോലീസ് ഈ പെട്ടി എടുത്തുകൊണ്ട് പോവുകയും അവരത് മറ്റ് പരിശോധനകൾക്കായിട്ട് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. ഇന്ന് എന്തായാലും നമ്മൾ പോലീസിനെ ബന്ധപ്പെട്ടപ്പോഴത്തേന് അതിൽ ഉന്നതതല സംഘമൊന്നും ഇതുവരെ എത്തിയിട്ടില്ലെന്നും അത് അവർ പോലീസ് സ്റ്റേഷനിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് എവിടെ നിന്നാണ് വന്നത്, ഇത്തരം പെട്ടി ആരുടെ കൈവശമായിരുന്നു ഉണ്ടായിരുന്നത്, അതെങ്ങനെയാണ് കടലിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്നും അന്വേഷണം ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് സേനയുടെ ഭാഗത്ത് നിന്ന്, അതായത് ഇത്തരത്തിലുള്ള ക്ലിപ്പുകളൊക്കെ പോകണമെങ്കിൽ സാധാരണ നാവികസേനയുടെയോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിൻ്റെയോ ഒക്കെ ഭാഗത്ത് നിന്നായിരിക്കണം ഇത്തരം വസ്തുക്കളൊക്കെ കടലിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു ലാഘവ ബുദ്ധിയോടെ ആയിരിക്കുകയല്ലോ ഇത്തരം സാധനങ്ങളൊക്കെ സേന കൈകാര്യം ചെയ്യുന്നതിന്. എന്തെങ്കിലും അസ്വാഭാവികത, ഇത്തരം വസ്തുക്കൾ കിട്ടിയതിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. വീണ, വയനാട് മാനന്തവാടിയിൽ കാണാതായ കുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കുട്ടിയുടെ അമ്മയെ ഇന്നലെ സുഹൃത്ത് കുത്തിക്കൊന്നിരുന്നു. കുട്ടി ഭയന്ന് ഓടിപ്പോയതായിരിക്കാമെന്നാണ് നിഗമനം. ആക്രമണത്തിൽ പരിക്കേറ്റ 14 വയസ്സുകാരി ചികിത്സയിലുമാണ്. അർജുൻ ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, ഇന്നിപ്പോൾ സാഹചര്യം എന്താണ്? പ്രതിക്കായി തിരച്ചിലൊപ്പം ഈ കുട്ടി ഓടിപ്പോയിരുന്നു. കുട്ടിക്കായുള്ള തിരച്ചിലൊക്കെയും എങ്ങനെയാണ് നടക്കുന്നത്? ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതും ഒരു തടസ്സമായി വന്നിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? എന്തിനാണ് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ഈ അമ്മയുടെ സുഹൃത്താണ് ഈ ഒരു കുട്ടിയെ വെട്ടുകയും ഈ അമ്മയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. മറ്റൊരു കുട്ടിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഈ കുട്ടി പേടിച്ച് ഓടിയതായിരിക്കാം എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അല്ലെങ്കിൽ ഈ 14 വയസ്സുകാരിയെ ഇയാൾ അപായപ്പെടുത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇയാൾ തട്ടിക്കൊണ്ടു പോയിരിക്കാം എന്നുള്ള ഒരു നിഗമനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഈ പ്രദേശത്ത്, തിരുനെല്ലി പ്രദേശത്ത് നടക്കുന്നുണ്ട്. ഈ അപ്പപ്പാറ മേഖലകളിലടക്കം നടക്കുന്നുണ്ട്. അതായത് ഈ പ്രതികൂല കാലാവസ്ഥ, കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ തെരച്ചിൽ വലിയ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല ഈ ഒരു കാട് നിറഞ്ഞ പ്രദേശത്താണ് കുട്ടിയെ കാണാതായിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാടിനുള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ കാട്ടിലേക്ക് കടന്നുള്ള ഒരു അന്വേഷണവും വലിയ രീതിയിലുള്ള ദുഷ്കരമാണ്. കാരണം ഇപ്പൊ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ മഴവെള്ള പാച്ചിലുണ്ടാകാം, അത്തരത്തിൽ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനാൽ തന്നെയും ഇയാളെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതായത് ഈ കൊന്ന ഈ ദിലീഷ് എന്ന് പറയുന്ന ഈ കൊലപാതകം നടത്തിയ ദിലീഷും ഇപ്പോൾ ഒളിവിലാണ്. അതുകൊണ്ട് തന്നെ ദിലീഷ് ഇവരെ ഈ 14 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. മറ്റൊരിടത്ത് 9 വയസ്സുകാരിയെയാണ് ഇയാൾ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചത്. ചെവിക്കും അതുപോലെ തന്നെ കഴുത്തിനും അടക്കം പരിക്കേറ്റ ഈ 9 വയസ്സുകാരി ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും കഴുത്തിനും അതുപോലെ തന്നെ ചെവിക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9 വയസ്സുകാരിയുടെ മൊഴി പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 9 വയസ്സുകാരിയുടെ മൊഴി എടുത്തതിന് ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ പോലീസ് പറയുക. ഇവർ കുറെ നാളുകളായി ഇത്തരത്തിൽ ചെറിയ വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാത്രി ഇത്തരത്തിൽ ഈ പ്രവീണയെ
കുത്തുന്നതും അതുപോലെ തന്നെ ഈ കുട്ടികളെ വെട്ടി പരിക്കേൽപ്പിക്കുന്നതും. വീണ, അതേസമയം ഈ അന്വേഷണം എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതിന് പോലീസ് ഒരു കാരണം പറയുന്നുണ്ടോ അർജുൻ? കാരണം കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നത് കൊണ്ട് ഒരു കൊലപാതക കേസിൽ പ്രതിയെ അന്വേഷിച്ച് പോകാൻ കഴിയുന്നില്ല പോലീസിന് എന്ന് പറയുന്നതൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ സൂചനകൾ പോലീസിന് ഉണ്ടാവേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഒരു കുട്ടിയെ കൂടി കാണാതായി ഇത്രയധികം മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ, ഒരുപക്ഷെ ആശങ്കപ്പെടേണ്ട മണിക്കൂറുകൾ ആണ് ഇനിയുള്ള ഓരോ നിമിഷവും എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെല്ലപ്പോക്ക്? തീർച്ചയായും വേണം, അത് തന്നെയാണ് നമുക്കും അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ ചോദിക്കാനുള്ള, പോലീസിനോട് ചോദിക്കാനുള്ള. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങൾ ഇതുവരെയും നമ്മളോട് പങ്കുവച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ വനത്തിനുള്ളിലേക്ക് കുട്ടി പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇയാൾ ഈ കുട്ടിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇയാളും വനത്തിനുള്ളിലേക്ക് കടന്നിരിക്കാം എന്നുള്ള ഒരു നിഗമനമാണ് പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത്തരത്തിൽ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക ഇപ്പോൾ വലിയ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല വിവിധ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നുണ്ട്. തിരുനെല്ലി പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ഇത്തരത്തിൽ ഇനിയും മണിക്കൂറുകൾ വൈകുകയാണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടുപിടിക്കണമെന്നാണ് നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നത്. ഈ പ്രവീണയും ഭർത്താവും കുറച്ചുനാളായി അകൽച്ചയിലായിരുന്നു. അതിനുശേഷമാണ് ഈ ആൺസുഹൃത്തുമായി പരിചയപ്പെട്ടത്. ഈ ആൺസുഹൃത്തുമായി നേരത്തെയും ചില ഈ അടുത്തായി വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് ഇന്നലെ പ്രതി ഈ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് ഈ പ്രവീണയും അതുപോലെ തന്നെ മക്കളെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രവീണ ആ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ഈ മക്കൾക്ക് ആ പരിക്കേൽക്കുകയും 9 വയസ്സുകാരി മകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ 14 വയസ്സുകാരിയെ പറ്റി യാതൊരു വിവരവും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടില്ല. എവിടേക്കാണ് ഓടിപ്പോയിട്ടുള്ളത്, എങ്ങോട്ടാണ് പോയിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ 9 വയസ്സുകാരിയുടെ മൊഴി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 9 വയസ്സുകാരിയിൽ നിന്ന് കിട്ടിയ മൊഴി പ്രകാരമായിരിക്കും മറ്റു നടപടികൾ പോലീസ് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും വനപ്രദേശമാണ്. ആ വനപ്രദേശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇവരെ സെർച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ടതായിരുന്നു. മാത്രമല്ല ഈ തിരുനെല്ലി ഭാഗത്തു നിന്നും വീണ്ടും ഇവർക്ക് പോവുകയാണെങ്കിൽ കാട്ടിക്കുളം കഴിഞ്ഞ നേരെ ഇവർക്ക് മറ്റ് സംസ്ഥാനത്ത് എത്താൻ കഴിയും, കർണാടകയിൽ എത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കർണാടകയിലേക്ക് ഈ മറ്റ് സംസ്ഥാനത്തേക്ക് ഈ പ്രതി എത്തിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ടിയിരിക്കുന്നു. വീണ, ഓക്കെ, ശരിയാണ്. മൂഴിക്കുളത്ത് 3.5 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മയുടെയും പീഡനക്കേസിൽ പിതൃ സഹോദരന്റെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കുഞ്ഞിനെ പീഡിപ്പിച്ച പിതൃ സഹോദരനെ ഇന്നലെ തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ച സമയം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കയ്യേറ്റ ശ്രമമുണ്ടായി. തെളിവെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ പോലീസ് ഇരു പ്രതികളുടെയും കസ്റ്റഡി ഇനി ആവശ്യപ്പെട്ടേക്കില്ല. രേഷ്മ ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, ഇതിനോടകം തന്നെ രണ്ടുപേരെയും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡിയിൽ പോലീസിന് വേണമെന്നില്ല. ഈ വിഷയത്തിൽ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങൾ എന്താണ്? വീണ, മൂഴിക്കുളത്ത് 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊന്ന കേസിൽ അമ്മയുടെയും അതോടൊപ്പം തന്നെ കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ പിതൃ സഹോദരന്റെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഇരു പ്രതികളെയും ഇന്ന് അതാത് കോടതികളിൽ ഹാജരാക്കും. നേരത്തെ തെളിവെടുപ്പും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും പൂർത്തിയായിരുന്നു. ആ ഒരു സ്ഥിതിക്ക് ഇനി വീണ്ടും കസ്റ്റഡിയിൽ വേണം എന്നുള്ള ഒരു ആവശ്യം പോലീസ് ഉന്നയിച്ചേക്കില്ല. സ്വാഭാവികമായിട്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക്, അതായത് റിമാൻഡിലേക്ക് പോവുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പിതൃ സഹോദരനെ സ്വന്തം വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ സമയത്ത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കയ്യേറ്റ ശ്രമമുണ്ടായി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ 5 ദിവസത്തെ കസ്റ്റഡിയാണ് അമ്മയ്ക്ക് ലഭിച്ചത്. പിതൃ സഹോദരന് 3 ദിവസത്തെയും. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് തെളിവ് ശേഖരണം പോലീസ് നടത്തിയിരുന്നു. അമ്മയെ മൂഴിക്കുളത്ത് പാലത്തിലെത്തിച്ചും പുഴയിൽ എങ്ങനെ എറിഞ്ഞാണ് കൃത്യം നടത്തി, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയിരുന്നു. പീഡന വിവരം അമ്മയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അത് സംബന്ധിച്ചുള്ള മൊഴി നേരത്തെ പ്രതി നൽകിയിരുന്നത് അമ്മയ്ക്ക് പീഡന വിവരം അറിയാമെന്നുള്ളതാണ്. പക്ഷെ അക്കാര്യം അമ്മ നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തന്നെ ഒറ്റപ്പെടുത്തിയതും ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് തുനിഞ്ഞതും ഒപ്പം തന്നെ ഈ വീട്ടുകാർക്ക് കുഞ്ഞുങ്ങളോട് അമിത സ്നേഹമുണ്ടായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് സാധൂകരിക്കുന്ന ചില മൊഴികൾ അമ്മ നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ പീഡന വിവരം അമ്മയ്ക്ക് അറിയില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പോകുന്നത്. നേരത്തെ ഈ അമ്മ മുൻപും ഈ കുഞ്ഞിനെ കൊലപാതകം അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു
എന്നുള്ളത് സംബന്ധിച്ചുള്ള ചില മൊഴികളും ചില ആക്ഷേപങ്ങളും ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അപ്പാടെ പോലീസ് നിഷേധിക്കുന്നുണ്ട്. അതായത് കുഞ്ഞിനെ നേരത്തെ കൊലപ്പെടുത്താനായിട്ട് അമ്മയുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായിട്ടില്ല, ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിന് കാരണമായിട്ട് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇരു പ്രതികളെയും ഇന്ന് കസ്റ്റഡി കാലാവധി പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാക്കും. അമ്മയെ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലും പിതൃ സഹോദരനെ നേരെ കോലഞ്ചേരി കോടതിയിലുമായിരിക്കും ഹാജരാക്കുക. വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടാത്ത പക്ഷം ഇരുവരെയും റിമാൻഡിലാക്കുകയും ചെയ്യും. ശരി രേഷ്മ. വീടിന്റെ മട്ടുപ്പാവിൽ താമരച്ചന്തം വിരിയിക്കുകയാണ് കൊല്ലം കുലശേഖരപുരത്തെ ഒരു വീട്ടമ്മ. വീട്ടിലെത്തുന്നവർക്ക് കാണുമ്പോൾ കണ്ണിന് കുളിർമയേകുന്ന കൗതുകകരമായ കാഴ്ച. വിവിധ നിറങ്ങളിലുള്ള ഹൈബ്രിഡ് താമരപ്പൂക്കൾക്കിടയിൽ വ്യത്യസ്തമായ ആമ്പലുകളും മനം നിറയ്ക്കുന്നതാണ്. കുലശേഖരപുരം നീലികുളം അനുഗ്രഹയിൽ ബുഷ്ര എന്ന ബിന്ദുവിന് ഇത് വെറും നേരം പോക്കല്ല, ആദായകരമായ ഒരു സംരംഭം കൂടിയാണ്. വീടിന്റെ മട്ടുപ്പാവിലെ 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കി വെക്കാതെ എല്ലായിടവും പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് വീട്ടമ്മയുടെ താമര കൃഷി. ചെറുപ്പത്തിൽ ചെടികളോടും പൂന്തോട്ടത്തോടും പ്രിയമുണ്ടായിരുന്ന ബിന്ദു 6 വർഷം മുൻപാണ് താമര കൃഷിയിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ ആധുനികമായ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട താമരയുടെയും ആമ്പലുകളുടെയും വിത്തുകൾ വിപണനം ചെയ്യുന്ന ചെറു സംരംഭമാണിവിടെ. ഇത് ഇപ്പോൾ ഞങ്ങൾ എല്ലാ ഇന്ത്യൻ മൊത്തവും അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ കേരളം മൊത്തവും കൊറിയർ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. DTDC വഴിയും പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള കൊറിയർ സർവീസിലാണ് അയച്ചു കൊടുക്കുന്നത്. പിന്നെ താമര കൊണ്ട് ഇത് ഹൈബ്രിഡ് ഇനങ്ങളാണ്. വില കൂടിയത് 100 രൂപ തൊട്ട് 10,000 രൂപ വരെ വിലയുള്ള താമരകളാണ്. മണത്തിലും ഇനത്തിലും രൂപഭംഗിയിലുമെല്ലാം മാറ്റം വരുത്തുന്ന പുതിയ ഹൈബ്രിഡുകൾ ഓരോ ദിവസവും വിപണിയിലെത്തും. വിയറ്റ്നാം, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇതിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു. ഇന്ന് ഇന്ത്യയിലും വിപുലമായ സാധ്യതകൾ നിരവധി പേർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിലേക്ക് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട താമരയുടെയും ആമ്പലിന്റെയും ട്യൂബറുകളും റണ്ണറുകളും ഈ വീട്ടമ്മ കയറ്റി അയക്കുന്നുണ്ട്. 100 രൂപ മുതൽ 12,000 രൂപ വരെ വിലയുള്ള ഇനങ്ങളുണ്ട്. സ്വന്തം പരീക്ഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡുകളും ഇപ്പോൾ വിൽപ്പനയ്ക്കായി നൽകുന്നു. സൂക്ഷ്മതയോടെ വേണം ഇവയെ പരിപാലിക്കാൻ. ഇന്ത്യൻ ഹൈബ്രിഡ് ഉണ്ട് താമര ഇനത്തിൽ. വിദേശ ഹൈബ്രിഡ് തായ്ലൻഡ്, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നും ഹൈബ്രിഡുകൾ വന്നിട്ടാണ് ഇത് കൂടുതലും. ഇതിൻ്റെ ട്യൂബേഴ്സാണ് ഇത് നടുന്നത്, താമര നട്ട് പിടിപ്പിച്ചെടുക്കുന്നത്. ധാരാളം ഇന്ത്യൻ ഹൈബ്രിഡും ഉണ്ട്, വിദേശ ഹൈബ്രിഡും. എനിക്ക് എൻ്റേതായ സ്വന്തം ഹൈബ്രിഡും ഉണ്ട്. ഞാനും 3-4 താമരകൾ സ്വന്തമായിട്ട് ഹൈബ്രിഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളും ബിന്ദുവിനെ താമര കൃഷിയിൽ സഹായിക്കുന്നു. ഓർഡറുകളെല്ലാം ശേഖരിക്കുന്നത് ഓൺലൈൻ വഴിയാണ്. താമര കൃഷിയോടൊപ്പം മുന്തിരി, വിവിധ ഇനം പച്ചക്കറികൾ, വ്യത്യസ്ത ഇനം ചെടികൾ തുടങ്ങിയവയും ഈ വീട്ടമ്മയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. ജനം, കൊല്ലം. ജില്ലാ സെന്റർ ഫോർ ഹാബിലേഷൻ ഓട്ടിസം ബാധിതർക്കായി നടത്തിയ ബ്ലൂ ബലൂൺ ക്യാമ്പിന് സമാപനം. തിരുവനന്തപുരം കരകുളത്തെ ഹാബിലേഷൻ സെന്ററിലായിരുന്നു 7 ദിവസം നീണ്ട ക്യാമ്പ്. അതിജീവനത്തിനും സാമൂഹിക ഇഴുകിച്ചേരലിനുമുള്ള പ്രായോഗിക പരിശീലനം ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഒരാഴ്ച നീണ്ട ക്യാമ്പിൽ നിറഞ്ഞത് പ്രായോഗിക ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാനുള്ള പരിശീലനം. അതിന്റെ ഫലപ്രാപ്തി സമാപന ദിവസം നാടകരൂപത്തിൽ വേദിയിൽ. വ്യായാമം ചെയ്തും പായസം വെച്ചും സൈക്കിൾ റിപ്പയർ ചെയ്തും അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങൾ സ്വായത്തമാക്കിയതിന്റെ ആഘോഷ നിമിഷങ്ങൾ. ഒപ്പം അമ്പരപ്പിക്കുന്ന കലാപ്രകടനങ്ങളും. വ്യത്യസ്തരായി ജനിച്ച മക്കളെ പൊതുജീവിതത്തിലേക്ക് വഴി നടത്തുന്ന മാതാപിതാക്കളുടെ പ്രതിസന്ധികൾ.
ഓട്ടിസവും മറ്റ് മാനസിക വികാസ വെല്ലുവിളികളും നേരിടുന്ന 16 കുട്ടികളാണ് മെയ് 19 മുതൽ 25 വരെ നീണ്ട ക്യാമ്പിൽ പങ്കെടുത്തത്. മുൻ ചീഫ് സെക്രട്ടറി വി വേണു IAS ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇത്രയും ഉത്സാഹത്തോടു കൂടി ഇവിടെ വന്ന് ഈ കുട്ടികളുടെ വാസനകൾ പുറത്തു വരുത്തുവാനും ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും ഈ കഴിഞ്ഞ കുറേ ദിവസം അവർക്ക് ധാരാളം ആക്ടിവിറ്റീസ് നൽകുവാനും എല്ലാം മുൻകൈ എടുത്ത ജില്ലയുടെ എല്ലാ പ്രവർത്തകരെയും, അതൊരു വ്യക്തിയായിട്ട് കാണുന്നില്ല, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രവർത്തകരെയും അധ്യാപകരെയും അവരെ സഹായിച്ച ഉത്സാഹഭരിതരായിട്ടുള്ള യുവ വോളണ്ടിയർമാരെയും എല്ലാവരെയും എൻ്റെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഹ്രസ്വചിത്ര നിർമ്മാണം, റീലുകൾ ഉണ്ടാക്കുക, നാടകം, സംഗീതം, ചിത്രകല, കായിക വിനോദങ്ങൾ തുടങ്ങിയവ ജില്ലയുടെ ക്യാമ്പിന്റെ ഭാഗമായിരുന്നു. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം കൈതമുക്കിൽ അപകടാവസ്ഥയിലായ കെട്ടിടം പോലീസും ഫയർഫോഴ്സും ചേർന്ന് പൊളിച്ചു നീക്കി. തഹസീൽദാറിന്റെ ഉത്തരവിനെ തുടർന്നാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത്. വഴിയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഭീഷണി ഉയർത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. കെട്ടിടമുടമയ്ക്ക് നിരവധി തവണ നിർദ്ദേശം നൽകിയിട്ടും പൊളിച്ചു നീക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രാത്രി തന്നെ കെട്ടിടം പൊളിച്ചു നീക്കിയത്. തിരുവനന്തപുരം കൈതമുക്കിലാണ് അപകട ഭീഷണി സൃഷ്ടിച്ച് കെട്ടിടം നിന്നത്. കഴിഞ്ഞ ദിവസം ഓട് തലയിൽ പതിച്ച് കുട്ടിക്ക് പരിക്കേൽക്കുക കൂടി ചെയ്തതോടെ അടിയന്തരമായി കെട്ടിടം പൊളിച്ചു നീക്കാൻ തഹസിൽദാർ ഉത്തരവിടുകയായിരുന്നു. ഇന്നലത്തെ മെലിഞ്ഞാന്നത്തെ മഴയത്ത് ഈ ഡേറ്റിലുള്ള 2 ദിവസം മഴ അറിയാമല്ലോ, വളരെയധികം എനിക്ക് പുറന്ന് ബാക്കിലോട്ട് മുമ്പോട്ട് വന്നു, റോഡിലോട്ട് വന്നു. അത് കാരണം പോലീസിനെ അപ്പം തന്നെ വിളിച്ച് ഇന്ന് രാത്രി മഴ പെയ്യുകയാണെങ്കിൽ ഇത് വലിയൊരു അപകടം സംഭവിക്കും. നല്ല തിരക്കുള്ള റോഡാണ്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഉച്ചയ്ക്കായിരുന്നാലും ഭയങ്കര ബ്ലോക്കുള്ള ഒരു ഏരിയയാണ് ഈ കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസ് റോഡ്. അത് കണ്ടു അപ്പോഴപ്പോൾ അത് വെടിക്കുന്ന ഓരോ പടപടപട സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വീഴുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനെയാണ് പോലീസിനെ വിളിച്ചതും വില്ലേജ് ഓഫീസർ അറിയിച്ചതും. വില്ലേജ് ഓഫീസർ നിർദ്ദേശം തന്നു. എന്തുകൊണ്ട് അത് അപകടം ആർക്കും ഉണ്ടാവരുത്. കെട്ടിടത്തിന് 75 വർഷത്തിലധികം പഴക്കമുണ്ട്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി പൂട്ടിക്കിടക്കുകയായിരുന്നു കെട്ടിടം. മഴ കനത്തതോടുകൂടി കെട്ടിടത്തിന്റെ ഒരു ഭാഗം റോഡിലേക്ക് ചരിഞ്ഞു. ഇതേ തുടർന്ന് പരാതിയുമായി നാട്ടുകാർ കൂടി എത്തിയതോടെ കെട്ടിടം പൊളിച്ചു നീക്കാൻ തഹസിൽദാർ ഉടമയ്ക്ക് നിർദ്ദേശം നൽകി. എന്നാൽ നിർദ്ദേശം ഉടമ സ്വീകരിക്കാതെ വന്നതോടെ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. ഇതോടെ പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.